ക്ലാസ്സുകാരോടാ പറയുന്നത്. നമ്മൾ 5ാം ക്ലാസ്സുകാരോടാണ് പറയുന്നത്. 5ാം ക്ലാസ്സുകാരുടെ ഖുർആനിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് കേട്ടോ. 7ാം ക്ലാസ്സുകാർ ശ്രദ്ധിക്കാതിരിക്കരുത്. അതിന്റെ കൂട്ടത്തിൽ തന്നെ ചിലപ്പോൾ 7ാം ക്ലാസ്സിന്റെ കാര്യങ്ങളും സംസാരിക്കും. അപ്പൊ നിങ്ങൾ നല്ല ശ്രദ്ധയിലിരിക്കണം. 5ാം ക്ലാസ്സിന് നമ്മുടെ ഖുർആനിന്റെ ഭാഗം നമ്മോട് ചോദിക്കപ്പെടുക, നമ്മൾ ഓതി കൊടുക്കേണ്ടതും പഠിക്കേണ്ടതും, നമ്മുടെ പൊതുപരീക്ഷയ്ക്ക് പഠിക്കേണ്ടതും ആദ്യത്തെ 10 ജുസാണ് അല്ലെ? നമുക്ക് എല്ലാവർക്കും അറിയാം. ആദ്യത്തെ 10 ജുസ് എന്ന് പറഞ്ഞാല് പിന്നെ സൂറത്തുൽ ഫാത്തിഹ മുതൽക്കുള്ള ഭാഗങ്ങളാണ്. ആദ്യം കാണുന്ന 10 ജുസാണ്. അതായത് ലാസ്റ്റ് സൂറ സൂറത്ത് തൗബയിലെ 93-ാമത്തെ ആയത്ത് വരെ നിങ്ങൾ പഠിക്കണം. അതായത് സൂറത്തുൽ ഫാത്തിഹ മുതൽക്ക് അൽ ബഖറ തുടങ്ങി പിന്നെ സൂറത്ത് തൗബയിലെ 93 ആയത്തുകൾ വരെ, അതാണ് 10 ജുസ് എന്ന് പറയുന്നത്. അതാണ് നിങ്ങൾ അവിടെ ആ ഭാഗത്ത് നിന്ന് ഏത് ഭാഗവും നമ്മോട് ചോദിക്കാം. 5ാം ക്ലാസ്സിന്റെ ഖുർആനിന്റെ മാർക്കിന് വേണ്ടി ചോദിക്കാം. അതേപോലെ അവരുടെ ഹിഫ്ള് 40 മാർക്കിനുള്ള അവരുടെ ഹിഫ്ള്, ഖുർആനും ഹിഫ്ളും ഒരുമിച്ചിട്ടാണ് 100 മാർക്ക് നമുക്ക് ഉണ്ടാവുക. ഇനി നമ്മുടെ ഹിഫ്ള് 40 മാർക്കുള്ള ഹിഫ്ള് നമ്മുടെ സൂറത്ത് യാസീനാണ്. യാസീനിലെ നമ്മുടെ 2 ആയത്ത്, ഏതെങ്കിലും 2 ആയത്തുകളെയാണ് നമ്മോട് ചോദിക്കുക. അപ്പോ അത് ഏത് ഭാഗമാവും, യാസീനിൽപ്പെട്ട ഏതായത്തും ഉസ്താദ് ഓതി തരുന്ന ആയത്തിന്റെ ബാക്കി ഭാഗമാണ് നമ്മൾ ഓതേണ്ടത് അല്ലെ? ഉസ്താദ് ഓതുന്നതിന്റെ ബാക്കി ഭാഗം 2 ആയത്തുകളാണ് നമ്മൾ ഓതി കേൾപ്പിക്കേണ്ടത്. അങ്ങനെയാണ് നമുക്ക് മാർക്ക് രേഖപ്പെടുത്തുക. 7ാം ക്ലാസ്സുകാരുടേത്, 7ാം ക്ലാസ്സുകാര് ശ്രദ്ധിക്കണം. കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? എല്ലാവരും കേൾക്കുന്ന ശ്രദ്ധയോടെ ഇരിക്കുന്നില്ലേ? തലാട്ടിക്കാണ്, എല്ലാവരും തലാട്ടിക്കാണ്. കേൾക്കുന്നുണ്ടേ? ഇല്ല, ഓക്കെ. 7ാം ക്ലാസ്സുകാര് നിങ്ങളെ ഖുർആനിന്റെ ഭാഗം എന്ന് പറയുന്നത് ഖുർആൻ മുഴുവനാണ്. ഫാത്തിഹ മുതൽ നാസ് വരെയുള്ള ഏത് ഭാഗത്തുനിന്നും നമ്മോട് എന്താക്കാം, ചോദിക്കാം. നിങ്ങൾ ചിരിക്കണ്ട കേട്ടോ. നിങ്ങള് ചിരിക്കാതെ, അതിനൊരു ടിപ്പ് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ജയിക്കാൻ വരുന്നതായ ജയിക്കാൻ സാധ്യതയുള്ളതായ ഭാഗം ഇനി ഒരാൾക്ക് ഖുർആൻ ഓതാൻ കഴിയില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ജയിക്കാൻ ആവശ്യമായ ഒരു ടിപ്സ് നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. ഖുർആനിൽ ഏത് ഭാഗം ചോദിക്കാം. 7ാം ക്ലാസ്സുകാരെന്ന് പറഞ്ഞാൽ ഖുർആൻ മുഴുവൻ പഠിച്ചവരാണ് അല്ലെ? മുഴുവൻ നിങ്ങൾ കേട്ടവരാണ്. അപ്പൊ നമ്മളോട് ഏത് ഭാഗം ചോദിച്ചാലും നമുക്ക് ഓതാൻ കഴിയണം. അപ്പോ നമ്മള് 4 വരി നമ്മോട് ചോദിക്കുള്ളൂ. 4 വരി മാത്രമാണ് നമ്മളോട് ഓതിപ്പിക്കുക. അങ്ങനെയാണ് അതിന്റെ ഉള്ളത് കേട്ടോ. ഇനി നമ്മുടെ ഹിഫ്ള്, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. 7ാം ക്ലാസ്സുകാര് കാണാതെ ഓതിക്കൊടുക്കേണ്ട ഭാഗം ഏത് സൂറത്താണ്? സൂറത്തുൽ വാഖിഅ അല്ലേ? സൂറത്തുൽ വാഖിഅ. ആ സൂറത്താണ് നമ്മള് ഹിഫ്ളിന് വേണ്ടി കാണാതെ പഠിക്കേണ്ടത്. അപ്പൊ ആ സൂറത്തുൽ വാഖിഅയിൽ നിന്ന് നമ്മൾ 2 ആയത്തിനെയാണ് കാണാതെ പഠിക്കേണ്ടത്. 2 ആയത്ത് എന്ന് പറഞ്ഞാൽ കാണാതെ നമ്മൾ ചോദിക്കപ്പെടുക 2 ആയത്താണ് അല്ലെ? ഉസ്താദ് ചോദിക്കുക നമ്മോട് 2 ആയത്തുകളാണ്. നമ്മൾ മുഴുവനായിട്ട് പഠിക്കണം. പക്ഷെ നമ്മളോട് ഏതെങ്കിലും 2 ആയത്താണ് ഓതിപ്പിക്കുക. മനസ്സിലായല്ലോ? തലടിക്കാണേ? ഓക്കെ. അപ്പോ സൂറത്തുൽ വാഖിഅ മുഴുവനായിട്ടും പഠിച്ച് അവിടെ നമ്മുടെ പൊതുപരീക്ഷയ്ക്ക് വരുന്ന നമ്മുടെ സൂപ്പർവൈസർ ഉസ്താദ്, നമ്മുടെ ഉസ്താദ് നമ്മോട് ഓതാൻ പറയുന്ന ഏതെങ്കിലും 2 ആയത്തുകൾ, ഉസ്താദ് ഓതുന്നതിന്റെ ബാക്കി 2 ആയത്തുകളാണ് നമ്മൾ ഓതി കേൾപ്പിക്കേണ്ടത്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഞാൻ ആദ്യം ചെയ്യുന്നത് പരിശുദ്ധ ഖുർആനില് നമ്മളിപ്പോ കുറച്ച് ദിവസം കൂടെ നമുക്കുണ്ടല്ലോ. 8ാം തീയതി, നമ്മളെ 11ാം തീയതി ആകുമ്പോഴേക്ക് നമ്മുടെ ഖുർആന്റെ പരീക്ഷ ആകുമ്പോഴേക്ക് തിങ്കളാഴ്ച അല്ലെ? ആ ദിവസത്തേക്ക് നമുക്ക് കുറച്ചുകൂടി ദിവസമുണ്ട്. അപ്പൊ നമുക്ക് ഒന്നുകൂടെ പരിശീലിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചില കുറച്ച് എളുപ്പ വഴികൾ നമ്മൾ പറഞ്ഞുതരാൻ പോവാണ്. ഖുർആനിൻ്റെത്, ഹിഫ്ള് അല്ല, ഖുർആനിന്റെ ഭാഗം കേട്ടോ. ഖുർആനിന്റെ ഭാഗം നമ്മൾ ഓതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങൾ എങ്ങനെയൊക്കെയാണ്, അത്
എങ്ങനെ ഓതുമ്പോഴൊക്കെയാണ് നമുക്ക് നല്ല മാർക്ക് കിട്ടുക, എങ്ങനെ ഓതി കൊടുക്കുമ്പോഴാണ് നമുക്ക് പിന്നെ നമ്മുടെ മാർക്കിന് ഉസ്താദ് പരിഗണിക്കുക, നമ്മളെ ഓത്തിന് എങ്ങനെ പരിഗണിക്കുക എന്നുള്ള എനിക്ക് എളുപ്പ വഴികൾ പറയാൻ പോവാണ്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താ അറിയോ? നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണേ കുട്ടികളെ, എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ ഓതാൻ പറയുന്ന ഭാഗം 5ാം ക്ലാസ്സുകാരോടും 7ാം ക്ലാസ്സുകാരായാലും നമുക്ക് വരെ പുതിയൊരു ഉസ്താദാണ് അല്ലെ, വേറൊരു ഉസ്താദാണ് നമുക്ക് ഓതി കൊടുക്കാൻ വേണ്ടിയിട്ട് വരിക. സൂപ്പർവൈസർ ഉസ്താദ് നമ്മുടെ വിദ്യാഭ്യാസ ബോർഡ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ നിന്നുള്ള ഒരു ഉസ്താദ് ആയിരിക്കും നമ്മുടെ പരീക്ഷ നടത്താൻ വരിക. അവരാണ് ഓതി കേൾപ്പിക്കുക. അപ്പൊ നമ്മുടെ ഓതുമ്പോ നമ്മുടെ അടുത്ത് നമ്മുടെ നാട്ടിലെ കമ്മിറ്റിക്കാർ നമ്മുടെ ഉസ്താദിന്റെ നമ്മുടെ മദ്രസയിലെ ഏതെങ്കിലും ഒരു ഉസ്താദൊക്കെ നമ്മുടെ അടുത്തുണ്ടാവും. എങ്കിൽ പോലും നമ്മൾ ഓതി കൊടുക്കേണ്ടത് പുതിയ ഒരു ഉസ്താദിനാണ്. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മുടെ ഉസ്താദ് അല്ലാത്തത് കൊണ്ട്, നമ്മൾ ഇതുവരെ പഠിപ്പിച്ച ഉസ്താദ് അല്ലാത്തത് കൊണ്ട് നമുക്ക് ചിലപ്പോ നമ്മുടെ പിന്നെ ചെറിയൊരു പേടിയൊക്കെ ഉണ്ടാവും. നമുക്ക് ഓതി കൊടുത്താൽ തെറ്റുവോ, ഓതിയാല് പിന്നെ ഇയാൾ മാർക്ക് ഇട്ട് തരൂലേ ഉസ്താദ് എന്നൊക്കെ ഒരു പേടിയൊക്കെ ഉണ്ടാവും. അതൊന്നും വേണ്ട. നമ്മളിപ്പോ പഠിപ്പിച്ച അതേ ഉസ്താദിനെ പോലെ തന്നെ നല്ല നല്ല സ്നേഹമുള്ള, നമ്മളെ ഓതുന്ന തെറ്റൊക്കെ നമുക്ക് നമ്മൾ കുട്ടികളായത് കൊണ്ടുണ്ടാകുന്ന തെറ്റുകളൊക്കെ പരിഗണിക്കുന്ന നല്ല ഉസ്താദായിരിക്കും നമുക്ക് വരിക. അപ്പൊ അവർ നല്ല മാർക്കൊക്കെ തരും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണോ? നമ്മൾ 2 കാര്യം ചെയ്യണം. 2 കാര്യം എന്താ ചെയ്യണ്ടേ? ഒന്ന്, നമ്മൾ സാവധാനം ഓതി കൊടുക്കണം. നമ്മൾ കണ്ട് ഓതി കൊടുക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. 7ാം ക്ലാസ്സുകാരായാലും 5ാം ക്ലാസ്സുകാരായാലും എന്താ നമ്മൾ ചെയ്യേണ്ടേ? ഒന്നാമത് ചെയ്യേണ്ടത് പിന്നെ നമ്മൾ സാവധാനം ഓതി കൊടുക്കണം. വളരെ സാവധാനം നല്ല വൃത്തിയിൽ ഓതി കൊടുക്കുക കേട്ടോ. സ്പീഡ് ഓതി പോവരുത്. അപ്പൊ അവർക്ക് ഇത് പിന്നെ ഈ കുട്ടിക്ക് ഓതാൻ കഴിയൂല എന്ന് വിചാരിച്ച് മാർക്ക് തരൂല. നമ്മൾ സാവധാന അക്ഷരങ്ങളൊക്കെ നോക്കി നല്ല വൃത്തിയിൽ ഓതി കൊടുക്കണം. ഒന്ന്. രണ്ടാമത്തത് ഉറക്കെ ഓതി കൊടുക്കുക, ശബ്ദത്തിൽ. നല്ല കേൾക്കാത്ത ശബ്ദത്തിൽ ഓതരുത്. കേൾക്കാതെ ഓതിയാൽ അതിന് മാർക്ക് തരാന് ഉസ്താദുമാർക്ക് കഴിയൂല. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നല്ല ശബ്ദത്തില് നമ്മൾ ഓതിപ്പിക്കുന്ന ഉസ്താദ് കേൾക്കുന്ന രൂപത്തിൽ ശബ്ദത്തിൽ ഓതി കൊടുക്കണം. അപ്പൊ 2 കാര്യങ്ങളാണ് ഇപ്പൊ ഞാന് ഖുർആൻ പരീക്ഷക്ക് ഹിഫ്ള് പരീക്ഷക്കും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. എന്താണ്? ഒന്ന്, സാവധാനത്തിൽ ഓതി കൊടുക്കണം. നമ്മോട് ഓതാൻ പറയുന്ന ഭാഗം അഊദും ബിസ്മിയൊക്കെ ഓതിയിട്ട് അതന്നെ ശ്രദ്ധിക്കണം. അഊദും ബിസ്മിയൊക്കെ ഓതിയിട്ട് സാവധാനം ഓതി കൊടുക്കുക. രണ്ടാമത്തത് ശബ്ദത്തിൽ ഓതി കേൾപ്പിക്കണം. ശബ്ദത്തില്. അപ്പോഴാണ് നമുക്ക് മാർക്ക് തരുന്ന ഉസ്താദിന് കേട്ടാലുള്ള മാർക്ക് തരാൻ കഴിയുക. അപ്പൊ നമ്മൾ ഓതാൻ കഴിയൂല എന്ന് വിചാരിച്ച് പതുക്കെ ഓതരുത്, ശബ്ദത്തിൽ ഓതണം. ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചല്ലോ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ 5ാം ക്ലാസ്സുകാർക്ക്, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ 5ാം ക്ലാസ്സുകാർക്ക് ഏത് ഭാഗ? തൗബ സൂറത്ത് വരെയാണ് അല്ലെ? തൗബ സൂറത്താണ്. തൗബ സൂറത്തിനൊരു പ്രത്യേകത ഉണ്ടല്ലോ. എന്താ പ്രത്യേകത? ആ സൂറത്തിന്റെ നിങ്ങളെ മനസ്സിലൊക്കെ ഇപ്പല്ലേ? നിങ്ങൾക്ക് പറയാൻ കഴിയില്ല, നിങ്ങൾക്ക് കേൾക്കാൻ കഴിയൂല, പക്ഷെ നിങ്ങളെ മനസ്സിലൊക്കെ ഉണ്ടല്ലോ. തൗബ സൂറത്തില് പിന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് കാണൂല. അപ്പൊ നമ്മൾ ആ ഭാഗമാണ്, നമ്മള് ഖുർആനിലെ ഏത് ഭാഗമാണ് ഓതിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നോക്കണം, മുസ്ഹഫിൽ നോക്കണം ഏത് സൂറത്തിൽ നിന്നാണ് നമ്മോട് ഓതിപ്പിക്കണത് എന്ന് 5ാം ക്ലാസ്സുകാർ നോക്കണം. 7ാം ക്ലാസ്സും അങ്ങനെ തന്നെ. 7ാം ക്ലാസ്സുകാർക്കും ചിലപ്പോൾ വരാലോ. അപ്പൊ നമ്മൾക്ക് ഉസ്താദ് ചിലപ്പോൾ ഒരു ഖുർആൻ മറിച്ചിട്ട് ഇന്ന ഭാഗം ഓദിക്കാ മോനെ എന്ന് പറയൂ. അപ്പൊ നമ്മൾ നോക്കണം അത് തൗബയാണോ എന്ന് നോക്കണം അല്ലെ, തൗബ സൂറത്താണോ എന്ന് പരിശോധിക്കുക. മേലെ നോക്കിയാൽ കാണുമല്ലോ, ഖുർആനിന്റെ മേൽഭാഗത്ത് സൂറത്തിന്റെ പേര് എഴുതിയിട്ടുണ്ടാവും. ഓക്കെ അല്ലേ? സൂറത്തിന്റെ പിന്നെ പേര് എഴുതിയിട്ടുണ്ടാകും. ആ പേര് തൗബയാണോ നോക്കുക. തൗബയാണെങ്കിൽ നമ്മൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഓതരുത്. പിന്നെ എന്താ ചെയ്യാ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ഓതിയിട്ട് നമ്മളോട് ഓതാൻ പറയുന്ന ഭാഗം ഓതിയാൽ മതി. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്?
നമുക്ക് ഏത് ഭാഗമാണ് ഓതി തരാൻ വേണ്ടിയിട്ട് ഉസ്താദ് തരുന്നത് നമ്മൾ നോക്കണം. സൂറത്ത് ഏതാ നോക്കുക. തൗബ സൂറത്താണോ എങ്കിൽ അഊദു ഓതിയിട്ട് ബിസ്മി ഓതാതെ നമ്മൾ എന്ത് ചെയ്യണോ, ആ ആയത്തിനെ, നമ്മൾക്ക് പറയുന്ന ആയത്തിനെ നമ്മൾ ഓതണം. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം നമുക്ക് തൗബ സൂറത്ത് വരെയാണ്. തൗബ സൂറത്തിന്റെ പിന്നെ നമ്മൾ പറഞ്ഞല്ലോ, തൗബ സൂറത്തിന്റെ എത്ര ആയത്ത് നമ്മൾ പറഞ്ഞത്, 10ാമത്തെ ജുസ് എന്ന് പറയുന്നത് തൗബ സൂറത്തിലെ 93 വരെയാണ്. 92 ആയത്താണ്. അതുപോലെ ആ പേജ് മുഴുവനായിട്ട് നമ്മൾ ഓതി പഠിക്കുക ഇൻഷാ അല്ലാഹ്. അപ്പൊ ആ നിലക്ക് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. ഇതാണ് തുടക്കത്തിൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ശബ്ദത്തിൽ ഓതണോ, സാവധാനം ഓതണം. സൂറത്തുകളൊക്കെ ഓതുമ്പോ തൗബ സൂറത്തല്ലാത്ത സൂറത്തുകളൊക്കെ അഊദും ബിസ്മിയൊക്കെ ശരിക്ക് തന്നെ ഓതണം. സ്പീഡിൽ ഓതരുത്, സാവധാനം ഓതണം. ഇതാണ് ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ പോയിന്റ്. രണ്ടാമത് 6ാം ക്ലാസ്സുകാരും 7ാം ക്ലാസ്സുകാരും രണ്ട് കൂട്ടർക്കും ചെയ്യേണ്ടത് എന്താണ്, ഖുർആൻ ഓതുമ്പോൾ ഉള്ളത് പ്രത്യേകത എന്താ അറിയോ, നമ്മൾ നല്ല ശബ്ദ ഭംഗിയിലൊക്കെ നമുക്ക് കഴിയുകയാണെങ്കിൽ അങ്ങനെ ഭംഗിയിൽ ഓതാൻ ശ്രമിക്കണം. നമുക്ക് ചില കുട്ടികൾക്കൊക്കെ പാട്ട് പാടാനും നല്ല ഭംഗിയിൽ ശൈലിയിലൊക്കെ ഓതാൻ കഴിയുമല്ലോ. അങ്ങനെ കഴിയുന്നവര് അങ്ങനെ തന്നെ ഓതാൻ ശ്രമിക്കണം. നല്ല ഭംഗിയില് കേൾക്കുമ്പോൾ നല്ല ഭംഗിയില് ഓതാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കഴിയുന്നവര് കേട്ടോ. കഴിയാത്തവര് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാല് അവർക്ക് ഉള്ളതായ ഒരു ശബ്ദ ഭംഗി ഉണ്ടാവുമല്ലോ. എല്ലാവർക്കും അല്ലാഹു തആല ഒരുപോലെ ശബ്ദം കൊടുത്തിട്ടുണ്ടാവില്ലല്ലോ. പക്ഷെ കഴിയുന്ന ആ ശബ്ദത്തിലും ഭംഗിയിലും നമ്മൾ വൃത്തിയായിട്ട് ഓതി കൊടുക്കുക. പിന്നെ ഖുർആൻ ഓതുമ്പോൾ നമുക്കറിയാലോ ഒരു പ്രത്യേകത എന്താ, ഖുർആൻ ഓതുമ്പോ നമ്മൾക്കുള്ളതായ ഒരു പ്രത്യേകത, കുറെ സ്ഥലത്ത് നീട്ടി ഓതേണ്ടി വരും, പല സ്ഥലത്തും മണിച്ച് ഓതേണ്ടി വരും അല്ലെ. അപ്പോ ഈ നീട്ടി ഓതലും മണിച്ച് ഓതലും ഒക്കെ എവിടെയാണ് എന്നാണ് നമുക്ക് കൺഫ്യൂഷൻ. നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മള് തജ്വീദിലൊക്കെ ഇപ്പൊ നമ്മൾ അഞ്ചിലൊക്കെ 5 വരെ തജ്വീദ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ സാക്കിനായ നൂനിന്റെ വിധികളും സാക്കിനായ മീമിന്റെ വിധികളും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇഖ്ഫാഉം ഇദാം ബിഗുന്നിയും ഇഖ്ലാബും ഇങ്ങനെ തുടങ്ങി വിധികളൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മള് എവിടെയാണത് മണിക്കേണ്ടത് നമുക്ക് ചിലപ്പോ ഓതുമ്പോ കിട്ടൂല, അറിയില്ല. അപ്പൊ ഞാൻ അതിന് നിങ്ങൾക്ക് ഒരു പിന്നെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എവിടേക്കാണ് മണിക്കേണ്ടത്, മണിക്കലുള്ളത് എവിടേക്കാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ടിപ്സ് പറഞ്ഞുതരാം, എളുപ്പവഴി. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ എന്റെ വോയിസ് ഒക്കെ അല്ലെ. എല്ലാവരും അവിടെ ഖുർആൻ നിങ്ങളെ കയ്യിലുണ്ടോ? ഖുർആൻ വേണല്ലോ അല്ലെ, നമ്മളിന്ന് ഖുർആന്റെ ക്ലാസ് അല്ലേ. ഖുർആൻ ഇല്ലെങ്കിൽ വേഗം നിങ്ങളോട് മാതാപിതാക്കളോട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറയൂ, അല്ലെങ്കിൽ അടുത്തുള്ള ആളാരാ അവരോട് കൊണ്ടുവരാൻ പറയൂ, ഒരു ഖുർആൻ കൊണ്ടുവരാൻ പറയൂ. എന്നിട്ട് ഞാൻ പറയുന്ന ഒരു സൂറത്തെ നിങ്ങൾ ഇപ്പൊ എടുക്കണം. ഒരു സൂറത്ത്, എല്ലാവരും ഒരു സൂറത്ത് തന്നെ. 7ാം ക്ലാസ്സുകാരും 5ാം ക്ലാസ്സുകാരും ഒക്കെ ഒരു സൂറത്ത് തന്നെ എടുക്കേണ്ടത് കേട്ടോ. ഞാൻ പറയാൻ പോകുന്ന ഒരു സൂറത്ത്, അതായത് എന്താണ് നമ്മൾ പറയുന്നത്, എന്തിനാണ് നമ്മൾ പരിശീലിക്കുന്നത്, നമുക്ക് മണിച്ച് ഓതണല്ലോ. നമുക്ക് മാർക്ക് കൂടുതൽ കിട്ടണേ എന്ത് ചെയ്യണം, മണിച്ചും നീട്ടിയും ഓതണം. നീട്ടി ഓതേണ്ടത് എവിടേക്കാണെന്ന് ഞാൻ പറഞ്ഞുതരാം. പക്ഷെ മണിച്ച് ഓതേണ്ടത് എവിടേക്കാണെന്നാണ് ഞാൻ ആദ്യം പറയുന്നത്, മണിക്കേണ്ടത് എവിടേക്കാണ് കേട്ടോ. നമ്മൾ ആദ്യം ഏത് ഭാഗം എടുക്കുന്നത്, ഞാനൊരു സൂറത്ത് പറയാം, നിങ്ങൾ ആ സൂറത്ത് എടുക്കുക. അഞ്ചാം ക്ലാസ്സുകാർക്കുള്ള ഒരു സൂറത്ത് ആയിക്കോട്ടെ. 5ാം ക്ലാസ്സുകാര് അപ്പൊ 7ാം ക്ലാസ്സുകാർക്ക് അത് ഉണ്ടാവുമല്ലോ. ഏത് സൂറത്താ? സൂറത്തുൽ അഅറാഫ് എടുക്ക്. സൂറത്തുൽ അഅറാഫ്. എല്ലാവരും പേജ് നമ്പർ ആണെങ്കിൽ 150, സാധാ മുസ്ഹഫ് ആണെങ്കിൽ, നിങ്ങളെ പഠിക്കുന്ന മുസ്ഹഫിലാണെങ്കിൽ നമ്പർ ഉണ്ടാവും. സൂറത്തുൽ അഅറാഫ് എല്ലാവരും കയ്യിൽ കരുതിയാലേ മുസ്ഹഫ് ഉണ്ടാവുമല്ലോ അല്ലെ, എല്ലാവരുടെ കയ്യിലും ഉണ്ടാവണമല്ലോ. ഞാൻ പറയുന്നത് എന്താണെന്നറിയോ, ഞാൻ പറയുന്നത് മണിച്ച് ഓതേണ്ട സ്ഥലം നമുക്ക് എങ്ങനെയാണ് അറിയാ,
എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പൊ അങ്ങനത്തെ സ്ഥലങ്ങളെ ഇങ്ങനെ ഖുർആനിൽ കാണുമ്പോഴൊക്കെ നമ്മൾ മണിച്ചു കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് മണിക്കൽ അറിയും. കാരണം മണിച്ചു ഓതിയാലൊക്കെയാണ് നമുക്ക് മാർക്ക് നല്ലോണം കിട്ടുള്ളൂ. മണിച്ചും നീട്ടി ഓതി കൊടുക്കണം. നീട്ടേണ്ടത് എവിടെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. പക്ഷെ അതിന്റെ മുമ്പ് മണിച്ചോതേണ്ട സ്ഥലങ്ങൾ പറയാണ്. നമ്മൾ അത് പരിശീലിക്കാൻ വേണ്ടി ഏത് സൂറത്താണ് എടുത്തത്? സൂറത്തുൽ അഅറാഫ് ആണ് എടുത്തത്. അഅറാഫ് എടുക്കാൻ കാരണം നമുക്ക് 5ാം ക്ലാസ്സുകാർക്കും ആ സൂറത്തുണ്ട്, 7ാം ക്ലാസ്സുകാർക്കും ഉണ്ടാവാലോ. ഖുർആൻ മുഴുവൻ ഉണ്ടല്ലോ 7ാം ക്ലാസ്സുകാർ. അപ്പൊ ഞാൻ നിങ്ങളോട് ആദ്യം പറയുന്നത് എന്താ? ഒന്നാമത് നിങ്ങൾ കിട്ടാത്തതാണെങ്കിൽ എഴുതിയെടുക്കണം കേട്ടോ. എല്ലാ കുട്ടികളും എഴുതിയെടുക്കണം. എഴുതിയെടുക്കാൻ കഴിയാത്തവര് അവര് രക്ഷിതാക്കൾ മുഖേന അവിടെ തൊട്ടടുത്തവരെ ഇരുത്തിയിട്ട് ഓലെ കൂടെ എഴുതി കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇത് പരിശീലിക്കാനാണ്. നമ്മൾ പൊതുപരീക്ഷയ്ക്കുള്ള സമയം വരെ ഖുർആന് പരിശീലിക്കാനാണ്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് മണിക്കേണ്ട സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന്, മണിക്കേണ്ട സ്ഥലം ഒന്ന്, നമ്മൾ ഓതുമ്പോ കാണുന്ന എല്ലാ ഷദ്ദുള്ള നൂനിനെയും ഷദ്ദുള്ള മീമിനെയും മണിച്ചാണ് നമ്മൾ ഓതുക. ഇപ്പൊ നമുക്ക് ഉദാഹരണം നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം. നമ്മൾ പറഞ്ഞ ഈ സൂറത്ത് ഉണ്ടല്ലോ, സൂറത്തുൽ അഅറാഫ്. ഇതില് 6ാമത്തെ ആയത്ത് എല്ലാവരും നോക്കൂ. 6ാമത്തെ ആയത്ത് ഏതാ? 6ാമത്തെ ആയത്ത് ഫലനസ്അലന്നല്ലദീന ഉർസില ഇലൈഹിം വലനസ്അലന്നൽ മുർസലീൻ എന്ന കണ്ടോ? ആ ആയത്താണ് 6ാമത്തെ ആയത്ത്. അതിൽ ഷദ്ദുള്ള നൂന് എവിടേക്കാണെന്ന് നോക്കൂ നിങ്ങള്. ഫലനസ്അലന്ന, അവിടെ നസ്അലന്ന എന്നുള്ളതാണ് ഷദ്ദുള്ള നൂന്. ആ നൂനിന് ഷദ്ദ് വന്നത് കൊണ്ടാണ് നമ്മൾ അവിടെ മണിച്ചത്. അതേപോലെ തന്നെ അതിൽ ഷദ്ദുള്ള നൂനുള്ള വേറൊരു ഭാഗം കൂടെ ഉണ്ട്. 2ാമത് കാണുന്ന വലനസ്അലന്ന. അപ്പൊ ഷദ്ദുള്ള നൂനിനെ നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും മണിച്ചാണ് ഓതുക എന്നാണ് ഒന്നാമത്തെ നിയമം. അപ്പൊ മണിക്കേണ്ട ഒന്നാമത്തെ സ്ഥലം ഏതാണ്? ഷദ്ദുള്ള നൂന് കാണുന്ന ഭാഗം. ഇനി നമ്മൾ 7ാമത്തെ ആയത്തിൽ നോക്കൂ. 7ാമത്തെ സൂറത്തുൽ അഅറാഫില് 7ാമത്തെ ആയത്തിൽ നോക്കൂ. ഏതാ 7ാമത്തെ ആയത്ത്? ഫലനഖുസ്സന്ന അലൈഹിം ബിഇൽം വമാ കുന്നാ ഗായിബീൻ എന്നുള്ളൊരു സ്ഥലം. അവിടെ ഫലനഖുസ്സന്ന എന്ന് നമ്മൾ മണിച്ച ഓതിയല്ലേ? ഫലനഖുസ്സന്ന, ആ നൂനിന് ഷദ്ദ് വന്നത് കൊണ്ടാണ് മണിച്ചത്. അപ്പൊ ഷദ്ദുള്ള നൂനിൻ വരുന്ന എല്ലാ സ്ഥലങ്ങളിലും ഇനി നോക്കൂ. വമാ കുന്നാ ഗായിബീൻ, വമാ കുന്നാ ഗായിബീൻ. അവിടെ കുന്ന എന്ന നൂനിനിക്ക് ഷദ്ദ് ഉണ്ടായത് കൊണ്ട് നമ്മൾ മണിച്ചു. അപ്പൊ എന്താ മനസ്സിലായത്? ഷദ്ദുള്ള നൂനിനെ നമ്മൾ മണിച്ചാണ് ഓതേണ്ടത് എന്ന് മനസ്സിലായല്ലോ. ഇതുപോലെ തന്നെ 2ാമത്തെ ഒന്നാണ് ഷദ്ദുള്ള മീമിനെയും നമ്മൾ മണിച്ചോതണം. ഷദ്ദുള്ള മീമിനെയും നമ്മൾ മണിച്ചാണ് ഓതേണ്ടത്. ഒക്കെ നിർബന്ധമാണ് കേട്ടോ. അതൊക്കെ ഓതിയാലാണ് നല്ല മാർക്ക് നമുക്ക് കിട്ടുക. അപ്പൊ നമുക്ക് അറിയാലോ ഷദ്ദുള്ള മീമ നമ്മൾ ഓതുമ്പോ തന്നെ നമുക്ക് കണ്ണിൽ നമുക്ക് കാണുമല്ലോ ഷദ്ദുള്ള മീമാണ് അത് എന്നുള്ള നമുക്ക് അറിയാലോ. ഞാൻ ഉദാഹരണം പറയാം. ഉദാഹരണങ്ങൾ ഏതാ നോക്കണ്ടേ? 11ാമത്തെ ആയത്ത് നോക്കൂ. 11 ഏതാ നിങ്ങളെ മുസാഫിലെ 11ാമത്തെ ആയത്ത്? വലഖദ് ഖലഖനാകും സുമ്മ സവ്വർനാകും ثم قلنا للملائكة اسجدوا لآدم فسجدوا إلا إبليس لم يكن من الساجدين. ആ ആയത്തിലെ എത്ര സ്ഥലത്ത് ഷദ്ദുള്ള മീമുണ്ട് നോക്കൂ നിങ്ങള്. വലഖദ് ഖലഖനാകും സുമ്മ, അല്ലെ? സുമ്മ. അപ്പൊ നമ്മളെ മണിച്ചു ഓതാം. എന്റെ കൂടെ നിങ്ങൾ ഇങ്ങനെ ഓതി നോക്കൂ. മണിക്കണ രൂപം നിങ്ങൾക്ക് പഠിയാൻ വേണ്ടിയിട്ട് എന്റെ കൂടെ ഓതി നോക്കൂ. സുമ്മ സവ്വർനാകും സുമ്മ ഖുൽനാ. 2 സുമ്മുണ്ട്. ആ 2 സുമ്മയിലെ മീമിന് ഷദ്ദുണ്ട്, അല്ലേ?
അതേപോലെ ഇനി ഷദ്ദുള്ള മീമ് ആ ആയത്തിൽ വേറെ എവിടെയുള്ളത് നോക്കൂ. വേറെ എവിടെയുള്ളത്? ആ അവസാനം അല്ലേ? ലം യകും മിനസ്സാജിദീൻ. ഒന്ന് ഓതി നോക്കൂ, ഒന്ന് ഓതി നോക്കൂ, എന്റെ കൂടെ ഇങ്ങനെ ഓതി നോക്കൂ. ലം യകും മിനസ്സാജിദീൻ. ലം യകും മി കണ്ടോ? ആ മി എന്നുള്ളതിന്റെ മേലെ ശബ്ദമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്താക്കിയത്? മണിച്ചത്. അപ്പൊ എന്താ മനസ്സിലായത്? ഷദ്ദുള്ള മീമിനെയും ഷദ്ദുള്ള നൂനിനെയും നമ്മൾ എല്ലാ സ്ഥലത്തും എന്താക്കണോ? മണിച്ച് ഓതണം. അതാണ് ഒരു നിയമം. ഒക്കെ ശരിയായില്ലേ? ഇനി ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടി പറഞ്ഞുതരാം ഒരു ഭാഗം കേട്ടോ. എവിടെ? ഏതായത്ത് എടുക്കാം നമുക്ക്? ഒരു ഉദാഹരണത്തിന് ഒരു ആയത്തെടുക്കാം. നമുക്ക് 22-ാമത്തെ ആയത്തെടുക്കാം. 22. ഏതാ 22? ഫദല്ലാഹുമാ ബിഗുറൂർ. കണ്ടില്ലേ? അടുത്ത വാക്ക് അടുത്ത ആയത്ത് അടുത്ത ഭാഗം ഓതുമ്പോ എന്താ നമ്മൾ തുടങ്ങണ്ടേ? ഫലം ഉണ്ടോ? ഫലം ഇങ്ങനെ മണിക്കണം. നിങ്ങളെന്റെ കൂടെ നോക്കി നോക്കൂ. ഫലം ഉണ്ടോ? അങ്ങനെ എഴുതുക. ഫലം മീമിന് അവിടെ എന്തുണ്ട്? ശ്രദ്ധയുണ്ട്. ആ നിലക്ക് നമ്മൾ ശ്രദ്ധയുള്ള മീമിനെയും നൂനിനെയും ഒക്കെ മണിച്ചു ഓതുക. ഇതാണ് ഒന്നാമത്തെ. നിങ്ങൾ എഴുതി വെച്ചോ. ഇനി രണ്ടാമത്തത്, അതായത് രണ്ടാമത്തത് തന്നെ ശ്രദ്ധയുള്ള നൂനും മീമിനെയും മണിച്ചു ഓതുക. അതൊന്ന്. ഇനി രണ്ടാമത്തെ മണിക്കേണ്ട സ്ഥലം എവിടെയാണ്? രണ്ടാമത്തെ പറയാണ്, നല്ലോണം ശ്രദ്ധിച്ചിരിക്കണോ. എങ്ങനത്തെ കാണുമ്പോ? സാക്കിനായ നൂനിനെ ഹർക്കത്തില്ലാത്ത രൂപത്തിൽ കണ്ടാൽ നമ്മൾ മണിച്ചോദണം. എങ്ങനെ പറഞ്ഞ്? സാക്കിനായ നൂനിനെ ഹർക്കത്തില്ലാത്ത രൂപത്തിൽ കണ്ടാല് നമ്മൾ മണിച്ചിട്ട് ഓതണോ. അതിന്റെ മുമ്പ് ഞാൻ ഒരു കാര്യം പറയാം. പിന്നെ നമ്മുടെ ഖുർആനിൽ കാണുന്ന ഷദ്ദുള്ള ലാമിനെയും ഷദ്ദുള്ള റായിനെയും, ഷദ്ദുള്ള ലാമ് ഷദ്ദുള്ള റാ, ഇതിനെ രണ്ടും നമ്മൾ തീരെ മണിക്കാൻ പാടില്ല. എന്താ പറഞ്ഞ? ഷദ്ദുള്ള മീമിന് നൂനല്ലേ മണിക്കാൻ പറഞ്ഞിട്ടുള്ളൂ. വേറെ ഒരു അക്ഷരത്തെയും നമ്മൾ ഷദ്ദ് വന്നുകൊണ്ട് എന്താക്കരുത്? മണിച്ചോതരുത്. ആരെ മാത്രമേ മണിക്കുള്ളൂ? മീമിന് നൂനി മാത്രം, ഷദ്ദ് വന്നത് കൊണ്ട്. അപ്പൊ ലാമിനി റായിനി ഒന്നും എന്താക്കൂല? മണിക്കൂല. ഇപ്പൊ ഞാൻ നോക്കൂ, നിങ്ങൾ നമ്മൾ 22-ാമത്തെ ആയത്തിൽ തന്നെ പറഞ്ഞല്ലോ. 22-ാമത്തെ ആയത്ത് നോക്കൂ. അതിന്റെ അവസാനത്തെ വരി നോക്കി നിങ്ങൾ. അവസാനത്തെ വരി അതിൽ കണ്ടോ? കണ്ടോ? 22-ാമത്തെ ആയത്ത് അയറാഫ് സൂറത്തുൽ അയറാഫ് എല്ലാവരും മറിച്ചിട്ടുണ്ടാവുമല്ലോ. 22-ാമത്തെ ആയത്ത് എന്ന് പറഞ്ഞാല് അതിന്റെ അവസാനത്തെ വരിയിൽ നോക്കൂ. അവിടെ ഇപ്പൊ ലാമിന് ശ്രദ്ധുണ്ട്. ലാമിന് ശ്രദ്ധുണ്ട്. ശ്രദ്ധുള്ള ലാമിനെ നമ്മൾ എന്താക്കരുത്? മണിച്ചല്ല ഓതുക, മണിക്കാതെ ഓതുക. അങ്ങനെ പറഞ്ഞാൽ മതി. അല്ലാതെ എന്ന് പറയരുത്. അപ്പൊ നമ്മൾ എന്താക്കണം? ലാമിനെയും ശ്രദ്ധുള്ള റായിനെയും മണിക്കാതെയാണ് എന്താക്കേണ്ടത്? ഓതേണ്ടത് കേട്ടോ. അതൊരു പോയിന്റ് ആണ്. അത് നിങ്ങൾ നോട്ടുകൾ ഒന്ന് എഴുതി വെക്കണം. ഏതൊക്കെ അക്ഷരത്തെ? ശ്രദ്ധുള്ള ലാമിനെയും ശ്രദ്ധുള്ള റായിനെയും നമ്മൾ എന്ത് ചെയ്യൂല? റായിന് ഉദാഹരണം നമുക്ക് പറയാം കേട്ടോ. റായ് വരിക നോക്കാം. ലാമിനെ കിട്ടിയല്ലോ. ശ്രദ്ധുള്ള റായിനെയും ശ്രദ്ധുള്ള ലാമിനെയും നമ്മൾ മണിക്കാതെ ഓതണം. അപ്പൊ പിന്നെ ഏത് അക്ഷരത്തെ മണിക്കുള്ളൂ? മീമിനും നൂനിനും മാത്രമേ മണിക്കുള്ളൂ. ഞാൻ പറയാൻ പോകുന്ന പിന്നെ മൂന്നാമത്തെ കാര്യം. അപ്പൊ ആദ്യം പറഞ്ഞത് ശ്രദ്ധുള്ള മീമിനും നൂനിനും മണിച്ചോതുക. രണ്ടാമത്തെ പറഞ്ഞത് ശ്രദ്ധുള്ള ലാമിനെയും റോയിനെയും മണിക്കാതെ ഓതുക. ഇനി മൂന്നാമത് നമ്മൾ പറയുന്നത് എന്താണ്? നൂനിനെ മീമിനെ ഹർക്കത്തില്ലാതെ കണ്ടാൽ
എങ്ങനെ നൂനിനെയും മീമിനെയും ഹർക്കത്തില്ലാതെ കണ്ടു നോക്കുക. ഹർക്കത്തില്ലാതെ കണ്ടാൽ അത് നമ്മൾ മണിച്ചിട്ട് ഓതണം. മണിച്ച് ഓതേണ്ട പിന്നെ ടിപ്സ് ആണ് പറയുന്നത്. മണിച്ച് ഓതേണ്ട ടിപ്സ് എന്താണ്? മീമിനെയും നൂനിനെയും ഹർക്കത്തില്ലാത്ത രൂപത്തിൽ കണ്ടാല് ഞാനൊരു ഉദാഹരണം കാണിച്ചു തരാം. ഉദാഹരണം കാണിക്കാം. നിങ്ങൾ പിന്നെ ഇവിടെ നോക്കൂ, 12-ാമത്തെ ആയത്ത് നോക്കൂ. 12 ഏതാ? 12-ാമത്തെ ആയത്ത്. قال ما منعك ألا تسجد إذ أمرتك قال أنا خير منه خلقتني من نار وخلقته من طين. ആ ആയത്ത് അതാണ് 12-ാമത്തെ ആയത്ത്. ആ ആയത്തില് സാക്കിനായ നൂനിനെ ഹർക്കത്തില്ലാതെ എഴുതിയത് എത്ര രൂപത്തിലുണ്ട് നോക്കൂ. സാക്കിനായ നൂനിനെ നിങ്ങൾ കണ്ടോ? قال ما منعك ألا تسجد إذ أمرتك قال أنا خير منه خلقتني من نار وخلقته من طين. അവിടെ മിൻ ത്വീൻ എന്നുള്ള ഭാഗം കണ്ടെങ്കിൽ മിൻ ത്വീൻ, അവിടെ മിൻ എന്ന നൂനിന് നിങ്ങൾ നോക്ക്. നൂനിനെ എന്താണ് ഹർക്കത്ത്? ഫതഹോ കസ്റോ ദമ്മോ സുക്കൂനോ ഒന്നുമില്ലല്ലോ. നമ്മുടെ സാധാരണ മുസാഫിലാട്ടോ, നമ്മുടെ സംസ്ഥയുടെ മുസാഫിലാണ് ഞാൻ ഈ പറയുന്നതൊക്കെ. നമ്മുടെ കയ്യിലുള്ള ഗൾഫ് പ്രിന്റിലുള്ള മുസാഫിനെ കുറിച്ചാണ് പറയുന്നത്. അതിൽ തന്നെ നോക്കണം, വേറെ ഏതെങ്കിലും എടുത്തിട്ട് കാര്യമില്ല കേട്ടോ. നമുക്കൊരു എളുപ്പ വഴി പറയാണ്, അതല്ലാതെ ഇതന്നെ ഇങ്ങനെ തന്നെ പഠിക്കണമൊന്നുമില്ല. അപ്പൊ സാക്കിനായ നൂനിനെ നമ്മൾ ഹർക്കത്തില്ലാത്ത രൂപത്തിൽ നമ്മുടെ മുസാഫിൽ കണ്ടാൽ അപ്പൊ നമ്മൾ മണിച്ച ഓതുക. അപ്പൊ കണ്ടോ, മീൻ അങ്ങനെ ഓതുക. അവിടെ മിൻ ത്വീൻ ഓതൂല, മണിക്കാതെ ഓതരുത്. അവിടെ മണിച്ചിട്ട് മീൻ. അപ്പൊ നമുക്ക് കാണുമ്പോ തന്നെ അറിയാം അത് മണിക്കേണ്ട ഒരു സ്ഥലമാണ് എന്ന് നമുക്ക് അറിയാം. മനസ്സിലായോ? ഇനി മീമായാലും അങ്ങനെ തന്നെ. മീമു ഹർക്കത്തില്ലാതെ വന്നാല് നമ്മൾ മണിച്ചിട്ടാണ് നമ്മൾ ഓതേണ്ടത് കേട്ടോ. അതിന് ഉദാഹരണം എവിടെ? മീമിനെ പിന്നെ ഹർക്കത്തില്ലാത്തതിന് ഉദാഹരണം നോക്കൂ നിങ്ങള്. നമ്മളെ 17-ാമത്തെ ആയത്ത് നോക്കൂ. 17 ആയത്ത് നമ്പർ 17. ثم لآتينهم من بين കണ്ടോ? അവിടെ നമുക്ക് വേറെ ഉദാഹരണം എടുക്കാം. അവിടെ മീമിന് സുക്കൂനില്ല, അവിടെ ഹർക്കത്തൊന്നും ഇല്ല, എന്നാൽ പോലും അവിടെ മണിക്കുന്നുണ്ടല്ലോ. അവിടെ ശബ്ദമുള്ള മീമുണ്ട് അല്ലെ? ശബ്ദമുള്ള മീമുണ്ട്, പിന്നെ ഒരു സുക്കൂനില്ലാത്ത മീമുണ്ട്. അതുകൊണ്ട് നമ്മൾ അവിടെ മണിച്ചോതി. നമുക്ക് വേറെ ഒന്നുകൂടി എളുപ്പത്തിൽ മനസ്സിലാകാൻ പറ്റിയ ഞാൻ വേറെ ഉദാഹരണം കാണിച്ചു തരാം. പിന്നെ നോക്കൂ നിങ്ങൾ 7-ാമത്തെ ഉദാഹരണം ആയത്ത് നോക്കൂ. അയറാഫിലെ 7-ാമത്തെ ആയത്ത് നോക്ക്. നമ്മൾ നേരത്തെ ഓതിയാലോ. فَلَنَقُصَّنَّ عَلَيْهِمْ بِعِلْمٍ عَلَيْهِمْ بِ ഉണ്ടോ? അലൈഹിം ബി, അതാണ് 7-ാമത്തെ ആയത്ത്. ഫലനഖുസ്സന്ന അലൈഹിം ബി. അവിടെ അലൈഹിം എന്ന മീമിനെ നിങ്ങളൊന്ന് നോക്കൂ. ആ മീമിന് എന്ത് എഴുതിയിട്ടുണ്ടാവൂല? സുക്കൂന് എഴുതിയിട്ടുണ്ടാവൂല. നമ്മുടെ ഗൾഫ് പ്രിന്റിലെ മുസാഫ് നോക്കണം കേട്ടോ. ഏതെങ്കിലും മുസാഫ് നോക്കരുത്. സാധാരണ നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സംസ്ഥയുടെ ഒക്കെ മുസാഫ് ഗൾഫ് പ്രിന്റിലുള്ളതായ മുസാഫ് നോക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ മനസ്സിലാകുള്ളൂ. എല്ലാ മുസാഫിലും ഇങ്ങനെ എഴുതിക്കൊള്ളുന്നില്ല. അപ്പൊ അലൈഹിം എന്ന മീമിന് നമുക്ക് ഹർക്കത്തൊന്നും കാണാൻ കഴിയുന്നില്ല. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? അവിടെ മണിച്ചു ഓതേണ്ട സ്ഥലമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ നമ്മൾ ഖുർആൻ ഓതി കൊടുക്കുമ്പോ, പരീക്ഷക്ക് ഓതുമ്പോ എന്താക്കണോ? ഫലനഖുസ്സന്ന അലൈഹിം ബിഇൽം അങ്ങനെ ഓതണം കേട്ടോ. ഫലനഖുസ്സന്ന എന്നത് ശബ്ദമുള്ള നൂനിനെ മണിച്ചു, അലൈഹിം എന്ന മീമിനെയും മണിച്ചു. മീമിനെ എന്തിനാ മണിച്ചേ? മീമിനെ ഹർക്കത്ത് കാണാത്തത് കൊണ്ട് മണിച്ചു. അപ്പൊ നമുക്ക് എത്ര കാര്യം മനസ്സിലായി? ഒന്ന്, ശബ്ദമുള്ള നൂനിനെയും ശബ്ദമുള്ള മീമിനെയും മണിച്ചോതുക.
നിങ്ങളെല്ലാവരും ഇരുന്നിട്ട് നല്ല ക്ഷീണിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ഒന്ന് എണീറ്റ് നോക്കി, ഇരിക്കുന്ന സീറ്റിൽ നിന്ന് എണീറ്റ് നിന്നാണ് കൈയൊന്ന് പൊക്കിക്കാണ്. പൊക്കിയില്ലേ? ഓക്കെ, ഇനി ഇരുന്നാണ്, എല്ലാവരും ഇരുന്നാണ്. അപ്പൊ നമ്മളെന്താ പറഞ്ഞേ? നമ്മൾ മണിച്ചു ഓതേണ്ട സ്ഥലങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരാണ് ഉസ്താദ്. എവിടൊക്കെയാണ് മണിച്ചു ഓതാൻ? നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ മണിച്ചു ഓതി കൊടുക്കണോ, പിന്നെ നീട്ടി ഓതി കൊടുക്കണോ? നമ്മൾ നീട്ടേണ്ട നമ്മൾ പറഞ്ഞുതരാം. മണിക്കേണ്ട സ്ഥലങ്ങള്: ഒന്ന്, ഷദ്ദുള്ള നൂനിനെ, ഷദ്ദുള്ള മീമിനെ. അല്ലെ, നമുക്ക് കാണാൻ കഴിയില്ല. ഷദ്ദുള്ള മീമിന് നൂനൊക്കെ നമുക്ക് അറിയില്ലേ? എല്ലാവർക്കും അറിയാം അല്ലെ, നമ്മൾ 1ാം ക്ലാസ് പഠിച്ചതാണ് ഇതൊക്കെ. അപ്പൊ ഷദ്ദുള്ള നൂനും ഷദ്ദുള്ള മീമിന്റെ സ്ഥലമൊക്കെ നമ്മൾ ഓതുമ്പോ വരുമ്പോ നമ്മൾ മണിച്ചു ഓതി കൊടുക്കുക കേട്ടോ. അമ്മ, ഇങ്ങനെ മീമ് മൂളിയിട്ട് ഓതി കൊടുക്കുക. ഇതാണ് മണിക്കാതാണ്. പിന്നെ നമ്മൾ എവിടെ മണിക്കേണ്ടത്? പിന്നെ ഹർക്കത്തില്ലാതെ, ഫതവും കസറും ഒന്നൊന്നുമില്ലാതെ, പിന്നെ നമ്മള് ഹർക്കത്തില്ലാതെ മീമിനെയും നൂനെയും കണ്ടാല്, ഹർക്കത്തില്ലാതെ മീമിനെയും നൂനെയും കണ്ടാൽ നമ്മൾ എന്താക്കണം? മണിച്ചോദണം. അപ്പൊ ഹർക്കത്തോട് കൂടെ കണ്ടാലോ മണിക്കാൻ പാടില്ല അല്ലെ? ഹർക്കത്തോട് കൂടെ കണ്ടാൽ മണിക്കരുത്. ഹർക്കത്തില്ലാതെ കണ്ടാലാണ് നമ്മൾ മണിക്കേണ്ടത്. പിന്നെ വേറൊന്നുകൂടിയും പറഞ്ഞു, ഇടയിലൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതാർക്കും അറിയാം? അതെ, ഷദ്ദുള്ള ലാമിനെയും ഷദ്ദുള്ള റായിനെയും നമ്മൾ എന്ത് ചെയ്യരുത്? മണിക്കരുത് അല്ലെ? ഷദ്ദുള്ള ലാമിനെയും ഷദ്ദുള്ള റായിനും മണിക്കൂല. പിന്നെ ആരെ മണിക്കുള്ളൂ? ഷദ്ദുള്ള മീമിനും ഷദ്ദുള്ള നൂനിന് മാത്രമേ മണിക്കുള്ളൂ. ഓക്കെ അല്ലേ? ഇനി ഉസ്താദ് വേറൊന്നുകൂടി പറഞ്ഞുതരാം. മണിക്കേണ്ട വേറൊരു സ്ഥലം കൂടി പറഞ്ഞുതരാൻ പോണേ. നിങ്ങൾക്ക് തെൻമീൻ അറിയില്ലേ? തെൻമീൻ ഫത്ഹ്, തെൻമീൻ കസറ്, തെൻമീൻ ദമ്മ്, ഇതൊക്കെ അറിയില്ലേ? അല്ലെ, എല്ലാവർക്കും അറിയാം. തെൻമീൻ ഫത്തഹ് എന്ന് പറഞ്ഞാൽ 2 ഫത്തഹ് എഴുതിയേക്കും. തെൻമീൻ കസർ എന്ന് പറഞ്ഞാൽ 2 കസർ ഉണ്ടാവും. തെൻമീൻ ദമ്മ് പറഞ്ഞാൽ 2 ദമ്മ് ഉണ്ടാവും. അതാണ് തെൻമീൻ ഫത്തഹും തെൻമീൻ കസറും തെൻമീൻ ദമ്മ്. നമ്മൾക്ക് അതിന്റെ എഴുത്ത് ഇങ്ങനെ നോക്കിയാല്, നമ്മുടെ ഇത് ഗൾഫ് മുസാഫിലാണ് കേട്ടോ. സാധാരണ നമ്മുടെ മുസാഫിൽ നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്ന ഗൾഫ് മുസാഫിൽ നോക്കിയാല്, നിങ്ങളെ കയ്യിലുള്ള മുസാഫ് ഇങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മൾ പറയുന്ന പോലെ ഓതിയാൽ മതി. എങ്ങനെയാ നമുക്കറിയാം? ഞാനൊരു ഉദാഹരണം കാണിച്ചു തരാം. ഒരു ഉദാഹരണം മണിക്കേണ്ട സ്ഥലമാണ് പറയുന്നത്. മണിക്കേണ്ടത് തെൻമീനെ മനസ്സിലാക്കിയിട്ട് നമുക്ക് മണിക്കാൻ കഴിയും. നോക്കൂ, പിന്നെ ഉദാഹരണം തെൻമീൻ വമ്മിനെ, ആദ്യം തെൻമീൻ വമ്മ് പറയാം നമുക്ക്. തെൻമീൻ വമ്മ് നിങ്ങൾ 2ാമത്തെ ആയത്ത് നോക്കൂ. നമ്മുടെ അയറാഫ് തന്നെ 2ാമത്തെ ആയത്തിൽ നോക്കൂ. ഏതാ 2ാമത്തെ ആയത്ത്? കിതാബുൻ ഉൻസില ഇലൈക ഫലാ യകുൻ ഫീ സദ്രിക ഹറജുൻ മിൻ, അല്ലേ? അവിടെ ഹറജുൻ മിൻഹു എന്നുള്ളടത്ത് ഹറജുൻ ഒരു തെൻമീൻ വമ്മ് കാണില്ലേ നിങ്ങൾ? ഹറജുൻ, അവിടെ തെൻമീൻ വമ്മിനെ നമ്മൾ എങ്ങനെയാണ് എഴുതിയിരിക്കണമെന്ന് നോക്ക് നിങ്ങൾ. 2 വമ്മ് ഒരേപോലെ എഴുതിയേക്കല്ലേ? 2 വമ്മിനെ ഒരുപോലെ എഴുതിയേക്കാണ്. അങ്ങനെ ഒരേപോലെ എഴുതിയത് കൊണ്ടാണ് നമ്മൾ അവിടെ എന്ത് ചെയ്തത്? മണിച്ചത്. അതല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഷദ്ദുള്ള മീമാണല്ലോ, ഹറജും മിൻ എന്നുള്ള മീമ് ഷദ്ദ് ഉണ്ടല്ലോ, അങ്ങനെയാണ് മണിച്ചത് എന്നും വെക്കാം. ഏതായാലും വേണ്ടില്ല, നമുക്ക് തെൻമീൻ വമ്മിനെ അങ്ങനെ ഒരേപോലെ എഴുതിയാലും നമ്മൾക്ക് മണിച്ചോദണം എന്നുള്ളതാണ്. അപ്പൊ പിന്നെ മണിക്കാത്ത തെൻമീൻ വമ്മ് എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവുക? ഞാൻ വേറെ കാണിച്ചു തരാം. നിങ്ങൾ 24ാമത്തെ ആയത്തൊന്ന് എടുത്തു നോക്കൂ എല്ലാവരും. 24, 24 എല്ലാവരും ഒന്ന് എടുത്തു നോക്കിയാൽ വേറെ തെൻമീൻ വമ്മ് നിങ്ങൾക്ക് കാണിച്ചു തരാം. 2 വിധത്തിൽ തെൻമീൻ വമ്മ് ഉണ്ടാവും. 2 രൂപത്തിൽ ഖുർആനിലെ 2 രൂപത്തിൽ എഴുതിയിരുന്നു. പുതിയ മുസാഫിലാണ് കേട്ടോ. നമ്മുടെ പുതിയ ഗൾഫ് പ്രിന്റിലൊക്കെ ഉള്ള നമ്മുടെ സംസ്ഥാന മുസാഫിലൊക്കെയാണ് ഞാൻ ഈ പറയുന്നത്. തെൻമീൻ വമ്മിനെ 2 വ്യത്യാസമായിട്ട് എഴുതിയിട്ടുണ്ടാവും. അപ്പം അവിടെ 24ാമത്തെ ആയത്ത് നോക്കൂ നിങ്ങള്. അവസാനം കാണുന്നു വമതാഉൻ ഇലാഹീൻ, കണ്ടില്ലേ? വമതാഉൻ ഇലാഹീൻ. വമതാഉൻ എന്ന തെൻമീൻ വമ്മിനെ എഴുതിയത് പോലെയാണോ നമ്മൾ 2ാമത്തെ ആയത്തിൽ ഹറജുൻ എന്ന തെൻമീൻ വമ്മ് എഴുതിയിരിക്കുന്നല്ലോ? 2 രൂപത്തിലാണ് അല്ലെ? ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി എഴുതിയതാണ് വമതാഉൻ.
അങ്ങനെ എഴുതുമ്പോ അവിടെ മണിക്കാതെ ഓതണം. വമതാഉൻ ഇലാ ഹീൻ ഉണ്ടോ? വമതാഉൻ ഇലാ ഹീൻ. എന്നാൽ നമ്മൾ നേരത്തെ രണ്ടാമത്തെ ആയത്തിൽ കണ്ടത് ഏതാ? ഹറജും മിൻഹു. അവിടെ നമ്മൾ തെൻമീൻ ലൊമ്മ് ഒരുപോലെ രണ്ട് ലൊമ്മ് ഇട്ടച്ചക്ക ഒരേപോലെ. അപ്പൊ നമ്മൾ അത് മണിച്ചിട്ടാണ് ഓതി കൊടുക്കേണ്ടത്. ഇനി നമുക്ക് അത് നോക്കണ്ട, ശ്രദ്ധുള്ള മീമാണല്ലോ തൊട്ടടുത്തുള്ളത്. ആ ശ്രദ്ധുള്ള മീമിനെ മണിക്കണം എന്നാണ് നമ്മൾ നേരത്തെ പഠിച്ചത്. അങ്ങനെയും നമുക്ക് മണിച്ച് ഓതാൻ പറ്റും. അപ്പൊ തെൻവീർ ലൊമ്മിനെ മണിക്കൽ എങ്ങനെ മനസ്സിലാവുക? തെൻവീർ ലൊമ്മിനെ എങ്ങനെയാണ് എഴുതിയിരിക്കണേന്ന് നോക്കുക. ഒരേപോലെ എഴുതിയിരിക്കണമെങ്കിൽ നമ്മൾ മണിച്ച് ഓതിയാ മതി. ഇനി തെൻമീൻ കസറും തെൻമീൻ ഫതഹോ എങ്ങനെയാണ് മണിക്കേണ്ടത് മനസ്സിലാവുക? ഇതൊക്കെ നിങ്ങൾ എഴുതിയെടുക്കണം കേട്ടോ. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടെങ്കിൽ എഴുതിയെടുക്കാൻ കഴിയുകയാണെങ്കിൽ എഴുതിയെടുക്കണേ. തെൻമീൻ കസറിനെയും തെൻമീൻ ഫതഹിനെയും നമുക്കിപ്പോ 1 മണിക്കൂർ കൊണ്ട് എല്ലാ കാര്യങ്ങളും ശരിക്കും ഇങ്ങനെ പറയാൻ പാടില്ല. നിങ്ങള് കുട്ടികളല്ലേ, ഒരു ദിവസം ഒന്നേ പറയാൻ പറ്റൂ. പക്ഷെ നമുക്ക് വേറെ ദിവസമില്ല കേട്ടോ. വേറെ ദിവസം ഇല്ലാത്തതുകൊണ്ടാണ് ഉസ്താദ് ഇങ്ങനെ എല്ലാതും ഒരു ദിവസം തന്നെ പറഞ്ഞു തരുന്നത്. 2-3 ദിവസമൊക്കെ നമുക്ക് വേണ്ടിയിരുന്നു. എന്നാൽ സാവധാനം ഉദാഹരണങ്ങളൊക്കെ ധാരാളം കണ്ടെത്തിയാല് നമുക്ക് നല്ലോണം ഓതാനൊക്കെ കഴിയും. അപ്പൊ ഞാൻ പറഞ്ഞു തരുന്നത് കുറച്ചൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കാട്ടോ. തെൻമീൻ കസറും തെൻമീൻ ഫതഹും നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? നോക്ക് നിങ്ങൾ, ഞാൻ വേറെ ഉദാഹരണം കാണിച്ചു തരാം. തെൻമീൻ എങ്ങനെ മണിക്കേണ്ട സ്ഥലം കേട്ടോ. തെൻമീൻ കസറും തെൻമീൻ ഫതഹും ഒക്കെ മണിക്കേണ്ടത് എങ്ങനെയാ മനസ്സിലാവുക? നമ്മൾ മൂന്നാമത്തെ ആയത്തിൽ എടുത്തു നോക്കൂ. മൂന്നാമത്തെ ആയത്തില് പിന്നെ ഒരു തെൻമീൻ ഫതഹ് ഉണ്ട്. എവിടെ? ഖലീലം മാ തദക്കറൂൻ. ഖലീലം മാ. അവിടെ കണ്ടോ? ഖലീലൻ എന്ന തെൻമീൻ ഫതഹിനെ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? ഖലീലൻ എന്ന തെൻമീൻ ഫതഹിനെ ചെറിയ ഒരു ഒന്ന് മേലെ ഒന്ന് താഴെയായിട്ട് ചെറിയ ചെറിയ വ്യത്യാസത്തിലല്ലേ എഴുതിയിരിക്കുന്നത്? പിന്നെ ഒന്ന് ഒരു സമമായിട്ടല്ലല്ലോ എഴുതിയിരിക്കുന്നത്. അല്ല, നിങ്ങൾ തൊട്ടടിയിൽ നോക്കൂ. 4-ാമത്തെ ആയത്തില് ഖറയത്തിൻ വകം മിൻ ഖറയത്തിൻ അഹ്ലക്ന. ഖറയത്തിൻ എന്ന തെൻമീൻ കസർ നോക്ക്, അതെങ്ങനെ എഴുതിയിരിക്കുന്നത്? രണ്ടും ഒരേപോലെ അല്ലേ? ഞാൻ ആയത്തിൽ തന്നെ പിന്നെ ബയാതൻ ഔഹും, ബയാതൻ ഔഹും. അവിടെ ബയാതൻ എന്ന തെൻമീൻ ഫതഹിന് എങ്ങനെ എഴുതിയിരിക്കണം നോക്കൂ. അത് ഒരുപോലെ അല്ലേ? വ്യത്യാസമല്ലല്ലോ. ഖലീലൻ എന്ന് എഴുതിയ പോലെ അല്ലല്ലോ ബയാതൻ എന്ന തെൻമീൻ ഫതഹിന് എഴുതിയിരിക്കുന്ന വ്യത്യാസമല്ലേ? അപ്പൊ എവിടെയാണ് മണിക്കുക? ഖലീലൻ എന്നത് മണിക്കേണ്ടതാണ്. അതാണ് വ്യത്യാസത്തിൽ എഴുതിയാൽ, തെൻമീൻ ഫതഹും തെൻമീൻ കസറും വ്യത്യാസത്തിൽ എഴുതിയാൽ, അതായത് ഒരേപോലെ അല്ല എഴുതിയിരിക്കുന്നതെങ്കിൽ നമ്മൾ മണിച്ചാണ് ഓതുക. അപ്പൊ ഒരേപോലെ എഴുതിയതോ മണിക്കാതെ ഓതണം. അതുകൊണ്ടാണ് ഖറയത്തിൻ അഹ്ലക്ന, ഖറയത്തിൻ അഹ്ലക്നാഹും അങ്ങനെ ഓതിയത്. ബയാതൻ ഔഹും മണിക്കൂല. ബയാതൻ ഔഹും. ഖലീലന്റെ അവിടെ മണിച്ചിട്ട് ഓതുക. ഖലീലം അവിടെ ശ്രദ്ധയുള്ള മീമുണ്ട്. അതോടുകൂടെ ഈ തെൻമീനിന്റെ ഫതഹിനെ നോക്കിയാലും നമുക്ക് മണിക്കേണ്ടതാണ് എന്ന് മനസ്സിലാവും. എന്തൊക്കെയാ പറഞ്ഞേ? തെൻമീൻ ഫതഹിനെയും തെൻമീൻ കസറിനെയും എപ്പോഴാണ് നമ്മൾ മണിച്ചോതുക? അതിന്റെ എഴുത്ത് നോക്കുക. തെൻമീൻ ഫതഹിനെ എങ്ങനെ എഴുതിയിരിക്കണെന്ന് നോക്കുക. വ്യത്യാസത്തിലാണോ എഴുതിയിരിക്കണെന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ മണിച്ചോതുക. വ്യത്യാസം എന്ന് പറഞ്ഞാൽ ചെറിയൊരു കയറ്റിറക്കം ഉണ്ടാവും. ഇങ്ങനെ 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 എന്റെ കൈ നമുക്ക് നോക്കൂ. എന്റെ കയ്യിലേക്ക് നോക്കിയാൽ ഇങ്ങനെയല്ല, ഒരേപോലെ കൈവച്ച പോലെയല്ല, ഒരുപോലെ കൈവെക്കല്ല, ഇങ്ങനെ ഒന്നിങ്ങനെയും ഒരു കയറ്റിറക്കം ഉണ്ടാവും. അങ്ങനെ കണ്ടാൽ തെൻമീൻ ഫതഹിനെയും തെൻമീൻ കസറിനെയും ഒരു കയറ്റിറക്കം ഇങ്ങനെ ഒരു വര ആദ്യം, പിന്നെ കുറച്ച് താഴെയായിട്ടൊരു വര ഇട്ടാൽ അത് നമ്മൾ എന്ത് മനസ്സിലായി? എന്റെ കൈ നമുക്ക് നോക്കണ്ടോ? എന്റെ കൈ ഇങ്ങനെ ഞാനൊരു വരൽ വെക്കാം. ഇതൊരു തെൻമീൻ ഫതഹാണ്, ഇത് തെൻമീൻ ഫതഹ്. ഇങ്ങനെ ഒരുമിച്ചല്ല, ഇങ്ങനെ കണ്ടാൽ മണിക്കരുതെന്നാണ്. ഇങ്ങനെ ഒരേപോലെ വന്നാൽ മണിക്കാൻ പാടില്ല. ഇങ്ങനെ കണ്ടോ ഒരു കയറ്റിറക്കം, ഇങ്ങനെ ഒരു ചെറിയ വ്യത്യാസത്തിൽ എഴുതിയാൽ അത് എന്താക്കണോ? മണിച്ചോദണം. ഞാൻ ഉദാഹരണം വേറെ പറഞ്ഞു. 12-ാമത്തെ ആയത്ത് നോക്ക്. 12. قال ما منعك ألا تسجد إذ أمرتك قال أنا خير منه خلقتني من نار
وخلقته من طين. അവിടെ നാരിൻ വ കണ്ടോ, നാരിൻ എന്ന റാഇന്റെ തെൻവീൻ കസ്ര എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് നിങ്ങൾ നോക്കൂ. കയറ്റിറക്കല്ലേ, ഞാൻ കാണിച്ചതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ എഴുതിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെ ഓതുക? അവിടെ ഓതുമ്പോ സാധനം ഓതി കൊടുക്കുമ്പോ മിൻ നാരിൻ വ കണ്ടോ, നാരിൻ വ എന്റെ കൂടെ ഓതി നോക്കും. മിൻ നാരിൻ വഖലഖതഹു മിൻ തീൻ. അപ്പൊ നമ്മൾ അവിടെ എന്തിനൊക്കെ മണിച്ചത്? മിൻ നാരിൻ എന്ന് മണിച്ചത് നൂനിന് ശ്രദ്ധ ഉണ്ടായതുകൊണ്ട്. പിന്നെ നാരിൻ വ മണിച്ചത് തെൻവീനിനെ കയറ്റി ഒരു ഒരു വ്യത്യാസത്തിലാണ് എഴുതിയിരിക്കുന്നത്. തെൻവീനെ എഴുതിയിരിക്കുന്ന വ്യത്യാസത്തിലാണ്, അതുകൊണ്ട് മണിച്ചു. പിന്നെ മിൻ തീൻ എന്ന് മണിച്ചത് എന്തിനാണ്? അത് നൂനിന് ഹർക്കത്ത് കാണാത്തത് കൊണ്ട്. അപ്പൊ മനസ്സിലായില്ലേ? ഇങ്ങനെ നമ്മള് മനസ്സിലാക്കണം കേട്ടോ. അപ്പൊ ഞാൻ എന്തൊക്കെയാ പറഞ്ഞത്? ഈ തെൻമീൽ ദമ്മാണെങ്കിൽ എന്താ പറഞ്ഞത്? തെൻമീൽ ദമ്മ് ഒരേപോലെ എഴുതിയിരിക്കണമെങ്കിൽ മണിക്കണം, വ്യത്യാസത്തിൽ എഴുതിയിരിക്കണമെങ്കിൽ മണിക്കാൻ പാടില്ല. വ്യത്യാസത്തിൽ എഴുതിയ ഉദാഹരണം ഞാൻ കാണിച്ചെന്നില്ലേ? എവിടെ കാണിച്ചത്? തെൻമീൽ ദമ്മ് വ്യത്യാസത്തിൽ എഴുതിയത് ഉദാഹരണം എവിടെ നമ്മൾ കണ്ടത്? 24-ാമത്തെ ആയത്തിൽ 24. എവിടെ 24-ല് കണ്ടോ? വമതാഉൻ ഇലാ ഹീൻ. അവിടെ മണിക്കൂല, കാരണം വമതാഉൻ എന്ന തൻമീൻ ദമ്മിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ടാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ ആകുമ്പോ മണിക്കൂല. പിന്നെ എങ്ങനെ നമ്മളെ മണിക്ക? ഒരേപോലെ എഴുതിയിട്ടുണ്ടാവും കേട്ടോ. ഒരേപോലെ എവിടെ എഴുതിയിരിക്കണേ? ഉദാഹരണം ധാരാളം. അതിന് മുമ്പ് തന്നെ നോക്കൂ, ആ 24-ാമത്തെ മുസ്തഖറും വ കണ്ടോ, മുസ്തഖറും വ. അവിടെ ഏത് 24-ാമത്തെ ആയത്തിൽ നോക്കൂ അല്ലേ? قال اهبطوا بعضكم لبعض عدو ولكم في الأرض مستقر و കണ്ടോ, മുസ്തഖർ വ. ആ റൂ എന്നതിന്റെ തൻവീൻ ദമ്മിനെ നോക്കൂ നിങ്ങൾ, ഒരേപോലെ അല്ലേ എഴുതിയിരിക്കുന്നത്, അതുകൊണ്ട് നമ്മൾ മണിച്ചു. മതാഉൻ എന്നതിനെ മണിക്കൂല, എന്തുകൊണ്ട്? ആ തൻവീൻ ദമ്മിനെ വ്യത്യാസമാണ് എഴുതിയത്. ഞാൻ ഈ പറയുന്ന നിയമങ്ങളൊന്നും നമ്മുടെ മലബാരി മുസാഫിലും അതെ നമ്മുടെ പിന്നെ ഗൾഫ് പ്രിന്റിലുള്ള സംസ്ഥാന മുസാഫിലൊക്കെയാണ് ഇപ്പൊ ഇങ്ങനെ ഉണ്ടാവുക കേട്ടോ. നമ്മുടെ ഗൾഫ് പ്രിന്റിൽ എഴുതിയ പുതിയ മുസാഫില്ലേ, അതിലാണ് നമ്മൾ ഈ പറഞ്ഞതൊക്കെ ഉണ്ടാവുക കേട്ടോ. അപ്പൊ നമുക്ക് എളുപ്പത്തിൽ പഠിക്കാനും ഖുർആൻ ഓതാനൊക്കെ വയ്യണമെങ്കിൽ ഇങ്ങനത്തെ മുസാഫ് എടുത്തിട്ട് പോകണം. ഓക്കെ, ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇപ്പൊ മണിക്കേണ്ട സ്ഥലങ്ങളൊക്കെ കിട്ടി. ഞാൻ ഒന്നും കൂടി പറയാം. മണിക്കേണ്ട സ്ഥലങ്ങൾ എവിടേക്കാണ്? ഒന്ന്, ശ്രദ്ധയുള്ള, എന്റെ കൂടെ പറഞ്ഞോളൂ കേട്ടോ, ശ്രദ്ധയുള്ള, എന്റെ കൂടെ പറയേ, ശ്രദ്ധയുള്ള ആരെ? നൂനിനെയും ശ്രദ്ധയുള്ള മീമിനെയും മണിക്കണം, എല്ലായിടത്തും മണിക്കണം. ഇനി എന്താ നമ്മൾ പറഞ്ഞത് മണിക്കേണ്ടത്? ഹർക്കത്തില്ലാതെ കാണുന്ന നൂനിനെയും ഹർക്കത്തില്ലാതെ കാണുന്ന മീമിനെയും അല്ലേ? ഹർക്കത്തില്ലാതെ കാണുന്ന നൂനിനെയും ഹർക്കത്തില്ലാതെ കാണുന്ന മീമിനെയും. അപ്പൊ 4 സ്ഥലമായി. ഇനിയുള്ളത് എന്താ? മണിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതാ ശ്രദ്ധയുള്ള ലാമിനെയും ശ്രദ്ധയുള്ള റായിനെയും മണിക്കാൻ പാടില്ല. ശ്രദ്ധയുള്ള ലാമിനെയും ശ്രദ്ധയുള്ള റായിനെയും മണിക്കാൻ പാടില്ല. ഓക്കെ അല്ലേ? ഓക്കെ. പിന്നെ പറഞ്ഞത് എന്താണ്? തെൻവീൻ ദമ്മിനെ ഒരേപോലെ എഴുതുമ്പോ മണിക്കണം, ഒരേപോലെ എഴുതുമ്പോ മണിക്കണം തെൻവീൻ ദമ്മിനെ. ഈ തെൻവീൻ ഫത്ഹിനെയും തെൻവീൻ കസ്റിനെയും വ്യത്യാസമാക്കി എഴുതിയാൽ മണിക്കണം. ഇങ്ങനെ എഴുതിയാൽ, എന്റെ കൈ നമുക്ക് നോക്കൂ, ഇങ്ങനെ എഴുതിയാലല്ല, ഇങ്ങനെ തെൻവീൻ ഫത്ഹിനെയും തെൻവീൻ കസ്റിനെയും എഴുതിയിരിക്കുന്നെങ്കിൽ മണിക്കണം. ഒരേപോലെ വ്യത്യാസമാക്കി എഴുതിയാൽ മണിക്കണം. ഇതാണ് നമ്മൾ പറഞ്ഞത്. ഇനി നീട്ടേണ്ട സ്ഥലങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. മണിക്കലും നീട്ടലാണ് ഖുർആൻ ഓതുമ്പോഴുള്ളത്, നീട്ടലുകളാണ് ഞാൻ പറയുന്നത്. നല്ല സുഖാണ്. മദ്ദിന്റെ അടയാളം നിങ്ങൾക്ക് അറിയില്ലേ? ഇപ്പൊ നിങ്ങൾ നോക്കൂ, 1-ാമത്തെ ആയത്ത് എല്ലാവരും എടുക്കൂ. നമ്മൾ അയറാഫ് സൂറത്തിലെ 1-ാമത്തെ ആയത്ത് കാണുന്നില്ലേ നിങ്ങള് അല്ലേ? അവിടെ ഇപ്പോ 3 മദ്ദിന്റെ ചിഹ്നങ്ങൾ കാണുന്നുണ്ട്, നീട്ടാനുള്ള അടയാളാണ് അല്ലേ? അലിഫ് ലാം നീട്ടുക, മീം നീട്ടുക, നീട്ടുക. അപ്പൊ ഇതൊക്കെ നീട്ടിയ മതി. മീം അലിഫിനെയും ലാമിനെയും മീമിനെയും സ്വാദ്. കാരണം ലാമിന്റെ മേലെ ചിഹ്നുണ്ട്, മീമിന്റെ മേലും മദ്ദിന്റെ ചിഹ്നുണ്ട്, നീട്ടാനുള്ള ചിഹ്നുണ്ട്, സ്വാദിന്റെ മേലെയും നീട്ടാനുള്ള ചിഹ്നമുണ്ട്. അപ്പൊ 3 സ്ഥലത്ത് നീട്ടുക.
അപ്പൊ ചേർത്ത് ഓതുമ്പോ എന്താക്കണം? ആ മീമിനെ മണിച്ചു കൊടുക്കും വേണം. മീമിനെ നമ്മൾ മണിച്ചു കൊടുക്കും വേണം കേട്ടോ. ആ മീമിന്റെ ഉള്ളില് നമുക്ക് മണിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് മദ്ദുല്ലാസിം എന്ന് പഠിച്ചിട്ടുണ്ട്. മദ്ദുല്ലാസിം മദ്രസയിൽ പഠിച്ചിട്ടുണ്ട് 5ാം ക്ലാസ്സിൽ. അപ്പൊ അതാണ് അവിടെ വരുന്നത്. നോക്കൂ, അലിഫ് ലാം മീം സാദ്. കണ്ടോ? ഇതൊക്കെ നീട്ടിയില്ലേ? അപ്പൊ എന്തിനാണ് നീട്ടണത്? അവിടെ മദ്ദിന്റെ നീട്ടാനുള്ള ചിഹ്നം കാണുന്നിടത്തൊക്കെ നീട്ടണം. ഓക്കെ അല്ലേ? അത്രേ ഉള്ളൂ നീട്ടേണ്ട സ്ഥലം. നമുക്ക് നോക്ക് മൂന്നാമത്തെ ആയത്ത് നോക്ക്. മൂന്നാമത്തെ ആയത്ത് ഏതാ? ഇത്തബിഉ മാ ഉൻസില. കണ്ടോ? മാ ഉൻസില. അവിടെ എന്താ നമ്മൾ മാ നീട്ടിയത്? എന്തിനാ? ഇത്തബിഉ മാ ഉൻസില എന്ന് ഓതാൻ പറ്റുമോ? മാ ഉൻസില അത് പറ്റൂല. മാ ഉൻസില. അവിടെ മാ നീട്ടുന്നത് മാന്റെ മേലെ മീമിന്റെ കഴിഞ്ഞിട്ട് ആ അലിഫിന്റെ മേലെ എന്തുണ്ട്? നീട്ടാൻ ഉള്ള അടയാളുണ്ട്. അപ്പൊ അടയാളം കാണുമ്പോൾ നമ്മൾ നീട്ടണം. നമ്മളിപ്പോ അടയാളങ്ങൾ കണ്ടിട്ടല്ലേ നമ്മളിപ്പോ വണ്ടിയൊക്കെ ഓടിക്കുമ്പോ കണ്ടില്ലേ കുറെ പിന്നെ നിർത്തേണ്ട അടയാളങ്ങൾ ഉണ്ടാവും. സ്റ്റോപ്പ് എന്ന് കാണും. അപ്പൊ നമ്മൾ വണ്ടി നിർത്തും. ഗോ എന്ന് കാണും. അപ്പൊ നമ്മൾ പോകും. എന്ന പോലെ നമ്മൾ ഓതുമ്പോ നീട്ടേണ്ട അടയാളങ്ങൾ കാണുമ്പോൾ നമ്മൾ നീട്ടണം. അതുകൊണ്ടാണ് ഈ ഊൻസില എന്നെന്തിനാ മണിച്ചോദ്യ പറഞ്ഞാണ് എല്ലാവരും മനസ്സിലെന്ന് പറഞ്ഞാണ്. ഊൻസില എന്തിനാണ് മണിച്ചോദ്യത്? അതെ, ഹർക്കത്തില്ലാത്ത നൂനിനെ മണിക്കണം എന്ന് ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് അല്ലെ? ഊൻസില എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അതേപോലെ അത് കഴിഞ്ഞിട്ട് ഇലൈക്കും മിർ റബ്ബിക്കും. ഇലൈക്കും മിൻ. അവിടെ എന്തിനാ മണിച്ചത്? ഇലൈക്കും മിൻ എന്തിനാ മണിച്ചോദ്യത് പറഞ്ഞാണ് എല്ലാവരും മനസ്സിലൊന്ന് പറഞ്ഞു നോക്കി. ഇലൈക്കും മിൻ എന്തിനാ മണിച്ചോദ്യത്? അതെ, 2 കാരണമുണ്ട്. ഒന്ന്, ഹർക്കത്തില്ലാത്ത മീമുണ്ട് അവിടെ. ഇലൈക്കും എന്ന മീമിന്റെ ഹർക്കത്തില്ല. അത് നോക്കിയിട്ട് നമുക്ക് മണിക്കാം. അല്ലെങ്കിൽ മിർ റബ്ബിക്കും എന്ന മീമിന് എന്തുണ്ട്? ഷദ്ദുണ്ട്. അങ്ങനെയും മണിക്കാം. അപ്പൊ എന്തായാലും നമ്മൾ അവിടെ മണിക്കണം. ഇലൈക്കും മിർ റബ്ബിക്കും. മിർ റബ്ബിക്കും എന്നുള്ള എല്ലാവരും നോക്കൂ. മിർ റബ്ബിക്കും അവിടെ ഉസ്താദ് പറഞ്ഞില്ലേ നൂനിന് ഹർക്കത്തില്ലെങ്കിൽ ഹർക്കത്തില്ലാത്ത നൂനെ മണിക്കണം എന്ന് പറഞ്ഞില്ലേ? മിർ റബ്ബിക്കും. പിന്നെന്താ ഉസ്താദ് മണിക്കാനേ? മിർ റബ്ബിക്കും എന്താ മണിക്കാനേ? ഹർക്കത്തില്ലാത്ത നൂനില്ലേ അവിടെ? മിൻ എന്നുള്ള നൂന് ഹർക്കത്തില്ലല്ലോ. പിന്നെന്താ ഉസ്താദ് മണിക്കാനേ? അവിടെ മിർ റബ്ബിക്കൊന്നും മണിക്കാതെ ഓതിയത് എന്താ? എന്താ ആരെ പറഞ്ഞാണി? ഒരാൾ പറഞ്ഞാണി. അതെ, ഓക്കെ. എന്താണ്? ഷദ്ദുള്ള റായിനെ മണിക്കരുതേ എന്ന് ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് അല്ലെ? മിർ റബ്ബിക്കും. മിർറ മിർറ ഷദ്ദുള്ള റായിനെ എന്ത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്? മണിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ മണിക്കാതിരുന്നത്. അതെ, ഷദ്ദുള്ള റായിനി ഷദ്ദുള്ള ലാമിനെയും നമ്മൾ എന്ത് ചെയ്യൂല? എവിടെ വന്നാലും മണിക്കൂല. ഇനി അതിന്റെ മുമ്പ് എന്ത് വന്നാലും കാര്യമില്ല, മണിക്കൂല നമ്മൾ കേട്ടോ. ഓക്കെ. നീട്ടേണ്ട മനസ്സിലായില്ലേ? നീട്ടേണ്ടതിന്റെ ചിഹ്നങ്ങൾ നോക്കിയിട്ട് നമ്മൾ നീട്ടന്നെ വേണം. അപ്പോഴാണ് നമുക്ക് കൂടുതൽ മാർക്ക് കിട്ടുക കേട്ടോ. അപ്പൊ എങ്ങനെ? 21-ാമത്തെ ആയത്തിന്റെ കൂടെ എല്ലാവരും ഓതണം. 21-ാമത്തെ ആയത്ത് 21 കണ്ടോ? ഏതാ 21-ാമത്തെ ആയത്ത്? وقاسمهما إني لكما لمن الناصحين. وقاسمهما إني وقاسمهما അവിടെ നീട്ടി ഓതേണ്ട എന്താ? അവിടെ നീട്ടാനുള്ള ചിഹ്നം ഉണ്ട് മേലെ കണ്ടോ? വഖാസമഹുമാ അവിടെ നീട്ടാനുള്ള അടയാളമുണ്ട്. അപ്പൊ ആ ഒരു വളഞ്ഞ അടയാളം അതുകൊണ്ട് അത് നീട്ടി ഓതി. അപ്പൊ നിങ്ങൾക്ക് നീട്ടേണ്ടത് എങ്ങനെ മനസ്സിലാക്കണം എന്ന് മനസ്സിലായി, മണിക്കേണ്ടത് എങ്ങനെയാണ് തിരിയേണ്ടതെന്ന് മനസ്സിലായി. ഇനി അങ്ങനെ തന്നെ പരിശീലിക്കണം കേട്ടോ. ഓരോ ആയത്തും അങ്ങനെ തന്നെ പരിശീലിക്കണം. ഉസ്താദിന് ഓതി കൊടുക്കുമ്പോ സാവധാനം ഓതണോ, പിന്നെ ഉറക്കനെ ഓതണോ. ഇനി ആ ഹിഫ്ളിന്റെ കാര്യം പെട്ടെന്ന് ഒന്നുകൂടി പറഞ്ഞുതരാം കേട്ടോ. ഹിഫ്ളിന്റെ കാര്യം വാഖിയ സൂറത്തല്ലേ ഉള്ളത്? നമുക്ക് വരുന്ന ഉസ്താദ് 7ാം ക്ലാസ്സുകാരോട് കേട്ടോ. 7ാം ക്ലാസ്സോട് വാഖിയ സൂറത്തില് ഒന്ന് പെട്ടെന്ന് മറിച്ചാണ്. ഈ വാഖിയ സൂറത്ത് ഒന്ന് പെട്ടെന്ന്, നമുക്ക് സമയം കഴിയാനുമായി. ഒരു ദിവസം കൊണ്ട് കഴിയുന്ന വിഷയമല്ലത്. ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നാല് ഒന്നും ആവൂല. എന്നാലും നമുക്ക് കിട്ടുന്നതൊക്കെ കിട്ടും. വാഖിയ സൂറത്ത് നിങ്ങൾ മറിച്ചോ?
ഓക്കെ, മറിച്ചു. അതില് 52-ാമത്തെ ആയത്ത് നിങ്ങൾ എല്ലാവരും നോക്കണം. 52-ാമത്തെ ആയത്ത് 5:2 വാഖിഅ സൂറത്തിൽ എന്താണ് ഓതാ? 52 5:2 ഞാൻ ഓതാം കേട്ടോ, ഞാൻ ഓതാം. എന്നിട്ട് തെറ്റാണെങ്കിൽ, ഞാൻ ഓതുന്ന തെറ്റാണെങ്കിൽ എല്ലാവരും കയ്യൊന്തിക്കണം. തെറ്റാണെങ്കിൽ കയ്യൊന്തിക്കണം കേട്ടോ. 52-ാമത്തെ 7-ാം ക്ലാസ്സുകാർ വേഗം അടിക്കണം. 7-ാം ക്ലാസ്സുകാര് 52-ാമത്തെ ആയത്ത് വാഖിഅ സൂറത്തില് ഞാൻ ഓതുന്നത് തെറ്റാണെങ്കിൽ നിങ്ങൾ കൈ വെക്കണം. വീഡിയോ ഓണാക്കണേ, വീഡിയോ ഓണാക്കണം. കൈ വെക്കണം കേട്ടോ. ശരിയാണെ കൈ വെക്കണ്ട കേട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലഅകിലൂന മിൻ ഷജരിൻ മിൻ സഖൂം. നിങ്ങൾ കേട്ടോ? 7-ാം ക്ലാസ്സുകാര് നിങ്ങൾ ആരും കൈ വെക്കണില്ലല്ലോ. തെറ്റാണെങ്കിൽ, ഉസ്താദ് ഓതുന്നത് തെറ്റാണെങ്കിൽ കൈ വെക്കണോ? വീഡിയോ ഓണാക്കണോ? ലഅകിലൂന മിൻ ഷജരിൻ മിൻ സഖൂം. അങ്ങനെയാണോ ഓതുക? അതോ ലആകിലൂന അങ്ങനെയാണോ ഓതുക? ലആകിലൂന അങ്ങനെയാണോ ഓതുക കേട്ടോ? ഇപ്പൊ വീഡിയോ ഓഫ് ആണല്ലോ. ലആകിലൂന എന്നാണ് ഓതുക. എന്താ ഓതുക? നീട്ടിയിട്ടാണ് ഓതുക. ഞാൻ ആദ്യം ഓതിയത് തെറ്റാണ് കേട്ടോ. എന്റെ കൂടെ ഓതി നോക്കൂ. ലആകിലൂന മിൻ ഷജരിൻ മിൻ സഖൂം. ഉണ്ടോ? ലആകിലൂന എന്ന് ഓതണം കേട്ടോ അവിടെ. ഓക്കെ. ഇനി ഞങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞു, ഒരു ടിപ്സ് പറഞ്ഞുതരാം. അത് എല്ലാവരും ഒന്ന് എണീറ്റ് നിന്നിട്ട് ഒന്നിരിക്കണം. എല്ലാവരും ഒന്ന് എണീറ്റ് നിന്നിട്ട് ഇരിക്കണം. എന്നാ ടിപ്സ് പറഞ്ഞുതരാം. എന്താ ടിപ്സ്? നിങ്ങളോട് 2 വരി ആയത്തുകളെ ചോദിക്കുള്ളൂ കേട്ടോ. കുറഞ്ഞ വരികൾ ആയത്തുകളാണ് ഉസ്താദ് ചോദിക്കാൻ പറ്റുള്ളൂ. യാസീനിലാണെങ്കിലും വാഖിയയിലാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ കുറച്ച് ഭാഗേ ചോദിക്കുള്ളൂ. അപ്പൊ നമുക്ക് ചോദിച്ച ഭാഗം കിട്ടിയില്ല എന്ന് വെക്കുക. നമ്മൾ പഠിക്കാത്തൊരു ഭാഗത്തുനിന്ന് ഉസ്താദ് ചോദിച്ചു, അല്ലെങ്കിൽ ചോദിച്ചപ്പോൾ നമുക്ക് പെട്ടെന്നായതുകൊണ്ട് ഉസ്താദിനെ കണ്ടപ്പോൾ പേടിച്ചത് കൊണ്ട് നമുക്ക് കിട്ടിയില്ല. നിങ്ങൾ എന്താ ചെയ്യാ? 2 ചാൻസ് നമുക്ക് തന്നു, 2 ചാൻസ് നമുക്ക് ഓതാൻ കഴിഞ്ഞില്ല. നമ്മളോട് പറഞ്ഞ എന്ത്? ഉസ്താദ് പറഞ്ഞ് ലാസ്റ്റ് നമ്മൾ പഠിക്കാത്ത ഭാഗത്താ ചോദിച്ചത്. എല്ലാം പഠിക്കണം കേട്ടോ. വാഖിഅ സൂറത്ത് മുഴുവൻ പഠിക്കണം, യാസീന് മുഴുവൻ പഠിക്കണം 5-ാം ക്ലാസ്സുകാര്. പക്ഷെ നമുക്ക് എന്താക്കിയില്ല, നമുക്ക് പഠിച്ച് നമുക്ക് പരീക്ഷന്റെ സമയപ്പോൾ നമുക്ക് കഴിഞ്ഞില്ല. നമ്മൾ പഠിക്കാത്തൊരു ഭാഗത്ത് ചോദിച്ചു നമ്മളോട്. അപ്പൊ നമുക്ക് കിട്ടൂലല്ലോ. വീണ്ടും ഒരു ചാൻസ് തന്നു, നമ്മോട് ചോദിച്ചു, അതും നമുക്ക് കിട്ടിയില്ല. അപ്പൊ നമുക്ക് എത്രയാ മാർക്ക് കിട്ടുക? ഉസ്താദ് എത്ര തരിക? 2 ചോദ്യത്തിന് നമുക്ക് മാർക്ക് കിട്ടിയില്ല. അല്ല, നമുക്ക് ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ല. അപ്പൊ നമുക്ക് ഇഫദിന് എത്ര മാർക്ക് തരിക? 0 അല്ലേ? ഇഫദിന് മാർക്ക് കിട്ടൂലല്ലോ. അപ്പൊ നമുക്കൊരു സങ്കടം വരൂലേ? അങ്ങനെ വരേണ്ട ആവശ്യമില്ല. സങ്കടം വരരുത് കേട്ടോ. അപ്പൊ നമ്മൾ ഉസ്താദിനോട് പറയാ, ഉസ്താദിനോട് പറയാ. ഉസ്താദ് ചിലപ്പോ നല്ല സ്നേഹമുള്ള ഉസ്താദിക്കാരം. ഉസ്താദിനോട് പറയാം, ഉസ്താദ് നിങ്ങൾ പെട്ടെന്ന് ചോദിച്ചപ്പോ എനിക്ക് കിട്ടാമെന്നാണ്, ഞാൻ തലക്കെന്ന് ഓതി തരാന്ന് പറയാം. തലക്കെന്ന് എല്ലാവർക്കും കിട്ടുമല്ലോ. ഇതാ വഖഅത്തിൽ വാഖിഅ, അങ്ങനെ ഓതി കൊടുക്കുക. സ്പീഡിൽ ഓതരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ. ലൈസ ലിവഖഅതിഹാ കാദിബൻ ഖാഫിദത്തുർ റാഫിഅ ഇദാ റുജ്ജത്തിൽ അർദു റജ്ജ. ഇങ്ങനെ സാവധാനം നമ്മൾ തുടക്കത്തിൽ എന്തായാലും പഠിച്ചേക്കോല്ലോ. യാസീൻ അങ്ങനെ തന്നെ. യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ. ഇങ്ങനെ നമ്മൾ പഠിച്ച തുടക്കത്തിൽ എന്തായാലും പഠിച്ചേക്കോ, എല്ലാവരും പഠിച്ചേക്കോലോ. അപ്പൊ അവിടുന്ന് ഇങ്ങനെ നമുക്ക് കിട്ടണ വരെ ഓതി കൊടുത്താൽ ഉസ്താദ് എന്താക്കും? കുറച്ച് നമുക്ക് മാർക്ക് ഇട്ട് തരും കേട്ടോ. പക്ഷെ അത് വിചാരിച്ച് നിങ്ങൾ ലാസ്റ്റ് പഠിക്കാതിരിക്കരുത്. ലാസ്റ്റ് വരെ ഫുള്ളായിട്ട് പഠിക്കണം. പക്ഷെ നമുക്ക് ചോദിച്ചൊന്നും കിട്ടിയിട്ടില്ല എങ്കിൽ നമ്മൾ തലക്കെന്ന് ഉസ്താദിനോട് പറയാം, ഉസ്താദ് എനിക്ക് നിങ്ങൾ പെട്ടെന്ന് ചോദിച്ചപ്പോൾ കിട്ടാവുന്നതാണ്, ഞാൻ തല മുതൽ ശരിക്കും ഓതിത്തരാം എന്ന് പറഞ്ഞിട്ട് തലക്കെന്ന് അങ്ങനെ ഓതി കൊടുക്കുക. അപ്പൊ നമുക്ക് മാർക്ക് കുറച്ചെങ്കിലും ഇട്ടെന്നോളൂ കേട്ടോ. ഇൻഷാ അള്ളാഹ്. അള്ളാഹു തആല നമ്മെല്ലാവരെയും വിജയിപ്പിക്കട്ടെ. എല്ലാവർക്കും വാഖിഅ സൂറത്ത് പഠിയാനും യാസീനൊക്കെ പഠിയാനുള്ള ബുദ്ധിയും ഓർമ്മശക്തിയും അള്ളാഹു തആല പ്രദാനം ചെയ്യട്ടെ. നല്ല മുതഅല്ലിമീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു തആല നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദ് ഒരു 5 മിനിറ്റ് വേണമെങ്കിൽ സംശയം ചോദിക്കാൻ ഒരു അവസരം കൊടുക്കാം അല്ലേ?
ആ കൊടുക്കാം കൊടുക്കാം, വേണമെങ്കിൽ കൊടുക്കാം. ഞാൻ ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ തന്നിട്ടുണ്ട്. കൂടുതൽ സമയമില്ലാതെ വളരെ പ്രധാനമുള്ള സംശയങ്ങൾ ചോദിക്കും അതെങ്ങനെ കേട്ടോ. ഞാൻ കാണുക? കാണും കാണും. അല്ലെ ഞാൻ പറഞ്ഞുതരാം. കുട്ടികളെ ഞാൻ പറഞ്ഞ പിന്നെ സംഗതികളൊക്കെ ടിപ്സുകളൊക്കെ അല്ലേ? ശ്രദ്ധയുള്ള നൂന് മീമ് മണിക്കണം, ഹർക്കത്തുകളെ നോക്കിയിട്ട് മണിക്കണം എന്നൊക്കെ പറഞ്ഞ എഴുതിയെടുത്തിക്കണ്. ചില ആളുകളൊക്കെ എഴുതി കാണിച്ചിരുന്നു. അത് നിങ്ങളെ പുതിയ മുസാഫിലാണെങ്കിൽ അങ്ങനെ ഉള്ളൂ കേട്ടോ. അധികം ആളത്തും അത് തന്നെ ആയിരിക്കും, പുതിയ മുസാഫ് തന്നെ ആയിരിക്കും. അതെ, ഓക്കെ. അതന്നെ നിങ്ങൾ എഴുതി തന്നെ. ഏഴാം ക്ലാസ്സുകാർക്കൊക്കെ തിരിഞ്ഞിട്ടുണ്ടാവും അല്ലേ? രക്ഷിതാക്കളോടൊക്കെ പറഞ്ഞ് ഇതേപോലെ പരിശീലിക്കണം കേട്ടോ. നമുക്ക് കുറച്ച് ദിവസം കൂടെ ഒക്കെ ഉണ്ടല്ലോ. നല്ല വൃത്തിയിൽ ഓതി കൊടുക്കുക സാവധാനം കേട്ടോ. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഉസ്താദിനോട് ചോദിച്ചോണ്ട് ഉസ്താദ് എന്തായിക്കോളാം പിന്നെ വേണ്ട പോലെ മറുപടി ഒക്കെ തന്നോളാം കേട്ടോ. സാവധാനം ഓതി കൊടുക്കണം, അതൊരു പ്രധാനപ്പെട്ടതാണ്. പിന്നെ ശബ്ദത്തിൽ ഓതി കൊടുക്കും വേണം കേട്ടോ. ഇവർക്ക് ആർക്കും സംശയമൊന്നും ഇല്ല, എല്ലാവരും നല്ല പഠിക്കുന്ന കുട്ടികളാ. ഇവർക്ക് നല്ല ഉറക്കം വന്നിട്ടുണ്ടോ? അല്ലേ, കുറച്ച് ആൾക്കാർ ദിക്ർ വരുമെന്ന് ചോദിക്കുന്നുണ്ട്. ദിക്ർ ഏഹ് ഉണ്ടാവില്ല കേട്ടോ. അല്ലേ? അതായത് ആ നമ്മുടെ ദിക്റ് സർക്കുലറിൽ പിന്നെ പറഞ്ഞതേ ഉണ്ടാവുള്ളൂ. പെൺകുട്ടികളോട്, പെൺകുട്ടികൾക്ക് ഓതാൻ കഴിയാത്തവരാണെങ്കിൽ, ഓതാൻ കഴിയാത്ത പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ അത്തഹിയാത്ത് ഖുനൂത്ത് ഒക്കെ നല്ല വൃത്തിയിൽ സാവധാനം ചൊല്ലി പഠിക്കണം. അത് നമ്മൾ പറയാൻ വിട്ടുപോയതാണ്, അവര് നമ്മളന്ന് അത്ര ഓർത്തില്ല. അതിനകത്ത് 1 മണിക്കൂർ കൊണ്ട് നമുക്ക് കഴിയുന്നതല്ല ഈ വിഷയങ്ങളൊക്കെ. സാവധാനം പറയുകയാണെങ്കിൽ ഒരുപാട് പറയേണ്ടതുണ്ട്. അത്തഹിയാത്ത് ഫുള്ളായിട്ട്, ഖുനൂത്ത് ഇതൊക്കെ വൃത്തിയിൽ നമ്മൾ ഓതി കൊടുക്കുകയാണ് വേണ്ടത്. ഏഹ് പെൺകുട്ടികൾക്ക് ഓതാൻ കഴിയില്ല എന്നുണ്ടെങ്കിലൊക്കെ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. പിന്നെ ഇപ്പൊ അതിൽ വഖഫ് ചെയ്യേണ്ട സ്ഥലം ചോദിക്കുന്നുണ്ട്. അത് അവര് ചെറിയ കുട്ടികളാകുമ്പോ അവർക്ക് ചിലപ്പോ നമ്മൾ ഈ മുസ്ഹാഫിൽ കൊടുത്ത വഖഫിന്റെ അടയാളങ്ങൾ നോക്കിയിട്ട് അവിടേക്ക് എത്തൂല. അപ്പൊ നമ്മള് എവിടെ നിർത്താണെങ്കിലും നിർത്തിനോണ്ട് വിരോധമല്ല. ചെറിയ കുട്ടികളല്ലേ, നിങ്ങൾ ചെറിയ കുട്ടികളല്ലേ, നിങ്ങൾക്ക് എവിടെ വഖഫ് ചെയ്യാം, നിർത്താം. അപ്പൊ നമ്മൾ നിർത്തുമ്പോ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാല് ആ വാക്കിനിക്ക് സുക്കൂനാക്കി നിർത്തണം. അല്ലെങ്കിൽ ഹർക്കത്തും അങ്ങനെ നിർത്തരുത് കേട്ടോ. ഏത് വാക്കുമ്പോ നിർത്തിയാലും ആ വാക്കിന് സുക്കൂനാക്കുക. വലഹുൽ ജവാരിൽ മുൻഷആത്തു, ഇങ്ങനെ നിർത്തരുത്. മുൻഷആത്തു എന്ന് പറയരുത്, മുൻഷആത്ത്. ഇങ്ങനെ സുക്കൂനാക്കിയിട്ട് ഇങ്ങനെ നിർത്തണം. അങ്ങനെ ആകുമ്പോഴാണ് മാർക്ക് കുറച്ച് കൂടുതൽ. മറ്റേതും കുട്ടൊക്കെ ചെയ്യും, പക്ഷെ അതിനെ ഒരു പരിഗണിക്കൂല. അപ്പൊ നമ്മൾ നിർത്തുന്ന അവസാനത്തെ വാക്കുണ്ടല്ലോ, അക്ഷരം ഉണ്ടല്ലോ, അതിനെന്താക്കി കൊടുക്കുക? സുക്കൂൻ ചെയ്ത് കൊടുക്കുക. സുക്കൂനെ ആക്കിയിട്ട് നിർത്തി കൊടുക്കുക. പരമാവധി വല്ല ശ്വാസമൊക്കെ എടുത്തിട്ട് നമ്മുടെ നിർത്താൻ പറ്റുന്ന ചിഹ്നങ്ങൾ കാണുമല്ലോ, അലാമത്തുകൾ കാണുമ്പോ അവിടെ നിർത്തിയാൽ മതി. അവിടേക്ക് എത്തൂല എന്നുണ്ടെങ്കിൽ നമ്മൾ മുന്നേ നിർത്താം, വിരോധമൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിർത്തുമ്പോ സുക്കൂനാക്കിയിട്ട് നിർത്തണം. പിന്നെ ഇഖ്ലാബിന്റെയും ഇഖ്ഫായിന്റെയും നേക്കാർ എഴുതിയിട്ടുണ്ടാവും തോന്നുന്നുണ്ട്. ഇഖ്ഫായിന്റെയും മണിക്കൽ ഒരുപോലെയാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. മണിക്കൂർ ഒരേപോലെയാണ് കേട്ടോ. അത് രണ്ട് സംഗതിയാണ്, എന്നാൽ പോലും മണിക്കലിന്റെ വിഷയത്തിൽ ഒരേപോലെ തന്നെയാണ് ഉണ്ടാവുക. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇഖ്ഫാന്റെ മണിക്കൽ ഇപ്പൊ ഇവർക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് അറിയില്ല, അത് ഇവർക്ക് കൺഫ്യൂഷൻ ആയിരിക്കും. നിങ്ങൾ മണിച്ചാൽ മതി എങ്ങനെ ആയാലും കേട്ടോ. പിന്നെ വാക്യയിലെ യതൂഫു അലൈഹിം വിൽദാനുൻ എന്ന സ്ഥലത്ത് മണിക്കണോന്ന് ചോദിക്കുന്നുണ്ട്. വിൽദാനും മുഖല്ലദൂൻ അവിടെ മണിക്കണം. യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ അവിടെ അല്ലേ വക്കയില്? അതല്ലേ ചോദിക്കുന്നേ? യെസ്. അതെ. വിൽദാനും മുഖല്ലദൂൻ, അവിടെ മീമിന് ശബ്ദം ഉണ്ടാവും. നമ്മൾ പറഞ്ഞ ഈ ഖുറാന്റെ ഇപ്പൊ ക്ലാസ് പറഞ്ഞിരുന്നു, മീമിന് ശബ്ദം ഉണ്ടാവും. അല്ലെങ്കിൽ വിൽദാനുൻ എന്ന തെൻമീൽ ദൊമ്മിനെ ഒരേപോലെ എഴുതിയിട്ടുണ്ടാകും. അപ്പൊ അത് നോക്കിയിട്ട് മണിക്കുക. അപ്പൊ ആ ഹർക്കത്ത് നോക്കുകയോ അല്ലെങ്കിൽ മീമിന് ശബ്ദം ഉണ്ടോ നോക്കുകയോ ചെയ്താൽ മതി. വിൽദാനും മുഖല്ലദൂൻ അവിടെ മണിക്കണം. നിർത്തി നിർത്തി ഓതിയ കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്.
നിർത്തി മതിയായ കുഴപ്പമൊന്നുമില്ല. പക്ഷെ പിന്നെ നിർത്തുമ്പോ ഞാൻ പറഞ്ഞില്ലേ, എങ്ങനെയാണ് അതിന്റെ രൂപം എന്നുള്ളത് എനിക്ക് അറിയില്ല. ചെറിയ കുട്ടികളാകുമ്പോ അങ്ങനെ ഉണ്ടാവും, പരിഗണിക്കും, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതിനായിട്ട് മാർക്കൊന്നും പോകില്ല, തെറ്റാന്ന് നമ്മൾ, അതിനൊന്നും മാർക്ക് പോകില്ല. ചെറിയ മാർക്കുകളെ പോകുള്ളൂ. ഓക്കെ ഉസ്താദ്, ശുക്രൻ, ഇൻഷാ അള്ളാ. വളരെ സന്തോഷം. പിന്നെ കുറച്ചാളുകളെ ഇത് വിട്ടുതരുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളൊരു വോയിസ് ആക്കിയിട്ട് ഇൻഷാ അള്ളാ ഒന്ന് വിട്ടു തരുമുണ്ട് കേട്ടോ. ഓക്കെ, ഇൻഷാ അള്ളാ. എന്നായിക്കോട്ടെ, ശുക്രൻ, അൽഹംദുലില്ലാ. നമുക്ക് ഇത്ര നേരം നമ്മുടെ പ്രിയ സുഹൃത്ത് സമസ്തയുടെ ബാസിത്ത് ഫൈസി വളരെ നല്ല രീതിയിൽ ക്ലാസ് എടുത്തു തന്നു. പിന്നെ കുറച്ച് ആളുകൾ ഇതിൽ ചോദിക്കുന്ന മറ്റൊരു ചോദ്യം എന്താ വെച്ചാൽ, ദിക്റൊക്കെ പരീക്ഷയ്ക്ക് വരും എന്നുള്ളതാണ്. സാധാരണ പരീക്ഷയ്ക്ക് 5-7 ക്ലാസ്സിന് ദിക്റുകൾ ചോദിക്കാറില്ല. ഇല്ല, അത് ചോദിക്കൂല. സർക്കുലർ വന്നിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചോദിക്കുള്ളൂ. അതായത് നേരത്തെ ഉസ്താദ് പറഞ്ഞ ഖുർആനും ഹിഫ്ളും മാത്രമേ നിങ്ങൾക്ക് ചോദിക്കുള്ളൂ. അല്ലാത്ത ഫിഖ് എന്നുള്ള ഭാഗങ്ങളോ അങ്ങനെയൊന്നും ചോദിക്കൂല. അത് പിന്നെ നിങ്ങൾക്ക് ദിക്ർ ഉണ്ടാവും. എങ്ങനെ ചോദിക്കുന്നെന്ന് വെച്ചാല് പറഞ്ഞില്ലേ, ദിക്ർ സ്ത്രീകളോട് ചോദിക്കുള്ളൂ. ആ സ്ത്രീകൾക്ക് തന്നെ ഓതാൻ കഴിയാത്ത കുനൂത്തും സ്ത്രീകൾക്ക് അതേപോലെ തന്നെ അത്തഹിയാത്തും നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ചു, അത് മാത്രമേ ദിക്റിൽ തഹിയാത്തവര് ചോദിക്കുള്ളൂ. പഠിക്കുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ചോദിക്കും എങ്ങനെയെന്നറിയോ, ഇത് പൊതുപരീക്ഷ കഴിഞ്ഞതിന് ശേഷം ഒരു പ്രാക്ടിക്കൽ ക്ലാസ് നിങ്ങൾക്ക് മദ്രസയിൽ വെച്ചിട്ടുണ്ടാവും. ആ പ്രാക്ടിക്കൽ ക്ലാസ്സിൽ പഠിപ്പിക്കേണ്ട ചില ദിക്റുകൾ ഉണ്ടാവും. അത് ഉസ്താദ്മാര് പഠിപ്പിക്കും. അതിന്റെ പരീക്ഷ വേറെ ആയിട്ട് തന്നെ ഉണ്ടാവും. പക്ഷെ അത് ഒരിക്കലും പൊതുപരീക്ഷയിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യൂല, പൊതുപരീക്ഷ മാർക്കിൽ ആഡ് ചെയ്യൂല. പക്ഷെ നിങ്ങളുടെ മദ്രസയിൽ 1, 2, 3 സ്ഥാനങ്ങളിലേക്ക് ആ മാർക്ക് ആഡ് ചെയ്യും കേട്ടോ. ഇൻഷാ അള്ളാ. അത്ര തന്നെ ഉള്ളൂ. വേറെ പ്രത്യേകിച്ചൊന്നും പറയാനല്ലോ അല്ലേ? എന്നാ നമുക്ക് അവസാനിപ്പിക്കാമല്ലോ അല്ലേ ഉസ്താദ്? ഇൻഷാ അള്ളാ, ഇൻഷാ അള്ളാ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദ് പ്രത്യേകം ദുആ ചെയ്യുക. ഞങ്ങളൊരു 100-ലധികം എന്തായാലും ടോപ്പ് പ്ലസ് പ്രതീക്ഷിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ഇൻഷാ അള്ളാ, ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും. ഇസ്ലാം. നൂറ എല്ലാവർക്കും വേണം.